ഞാൻ ഒന്ന് സ്ഥലം മാറിയിരുന്ന് നോക്കിയിട്ടുണ്ട്. സാധാ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ പോസിബിൾ ആണ്. ആണുള്ളത്. ഒന്ന് മജിസ്ട്രേറ്റിന് കംപ്ലൈന്റ് ചെയ്യുക. ഞാൻ അതിനു മുമ്പായിട്ട് തന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുക. അപ്പൊ ഇപ്പോൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസ് കംപ്ലൈന്റ് എടുക്കുന്നില്ലെങ്കിൽ SP-ക്ക് കംപ്ലൈന്റ് ചെയ്യാം. SP-യും ചെയ്യുന്നില്ലെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ കോടതിയിൽ പോകേണ്ടതാണ് പ്രൊസീജിയർ. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഓതറൈസ് ചെയ്യപ്പെട്ട 2 മജിസ്ട്രേറ്റുമാരാണ് ലോ പ്രകാരം ഉള്ളത്. മജിസ്ട്രേറ്റിന് മാത്രമാണ് അതോറിറ്റി, അതിന്റെ മേലോട്ടേക്ക് അതോറിറ്റി ഇല്ല. അത് ഫസ്റ്റ് ക്ലാസ് GFCM സെക്കൻഡ് ക്ലാസ് GFCM ആണ്. പക്ഷെ നമുക്ക് എന്തില്ല, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്മുടെ നാട്ടിലില്ല. ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല, കേരളത്തിൽ എന്തായാലും ഇല്ല. നമുക്കിപ്പം GFCM 1 ആണുള്ളത്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണുള്ളത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റും. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ, ആർക്കൊക്കെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം, ഇതൊക്കെ കൃത്യമായിട്ട് 210 BNS സെക്ഷൻ 210 BNS പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്ലെയിൻ റീഡിംഗ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ, ഈ 210 പ്രകാരം എനി പേഴ്സൺ അഗ്രീവ്ഡിന് ഫയൽ ചെയ്യാൻ പറ്റും. ഒന്ന്, അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺ. ഇപ്പം സെക്ഷൻ 210 ക്ലോസ് 1ന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്, അപ്പോൺ റിസീവിംഗ് എ കംപ്ലൈന്റ്, അതായത് ഒരു കംപ്ലൈന്റ് വേണം, ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ്, ആ ഒരു ഒഫൻസ് ബ്രോട്ട് ഔട്ട് ചെയ്യുന്ന ഒരു കംപ്ലൈന്റ്, ഒരു ഫാക്ടുള്ള ഒരു കംപ്ലൈന്റ്, അത് ആർക്കൊക്കെ ഫയൽ ചെയ്യാൻ വെച്ചാൽ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ദ പേഴ്സൺ അഗ്രീവ്ഡ്. ഈ ഓതറൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോ മറ്റേ ഈ വർക്കിംഗ് വുമൺ അവരുടെ പ്ലേസിലുള്ള ഹരാസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ ഒരു കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ഓതറൈസ്ഡ് പേഴ്സൺസിനും കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് പോലീസ് റിപ്പോർട്ട്. ഇറ്റ്സ് ഓൾസോ ട്രീറ്റഡ് ആസ് കംപ്ലൈന്റ് എന്ന നിലക്കാണ് ക്ലോസ് 2 പറഞ്ഞിട്ടുള്ളത്. അതായത് 193 പ്രകാരം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, അതിന് നമ്മൾ FIR ഇട്ടു, ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് വരികയാണെങ്കിൽ, ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത്, ഡിസ്ക്ലോസിംഗ് എ ക്രൈം, ഒരു ക്രൈം ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് അതും ഒരു കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. 193 പ്രകാരം C ആയിട്ട്, അതായത് 210 C പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒരു ഇതല്ലാതെ, ഈ രണ്ടും അല്ലാതെ ഒരു തേർഡ് സോഴ്സ്, അതായത് ഇപ്പൊ മജിസ്ട്രേറ്റ് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് പത്രം വായിച്ചു, പത്രത്തിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, അത് അയാളുടെ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് അയാൾക്ക് മനസ്സിലായാൽ അയാൾക്ക് അത് വെച്ചും കോഗ്നൈസൻസ് എടുക്കാം. ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അത് പ്രകാരം എടുക്കാം. അതുപോലെ തന്നെ അയാൾക്ക് സുവമോട്ടോ, ഈവൻ അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഇപ്പം രാവിലെ ഇപ്പൊ ഒരു വാക്കിങ്ങിന് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്തോ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അത് പ്രകാരവും സുവമോട്ടോ എടുക്കാം. അപ്പൊ ഇത്തരത്തില് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കംപ്ലൈന്റ്, ഒരു കോഗ്നൈസൻസ് ഒരു മജിസ്ട്രേറ്റിന് എടുക്കാൻ അതോറിറ്റി കിട്ടുന്ന അവസരങ്ങൾ 3 തരത്തിലാണ്. ഒന്ന്, ദ പേഴ്സൺ അഗ്രീവ്ഡ് ഫ്രോം ആൻ ഒക്കറൻസ്, അല്ലെങ്കിൽ ഒരു ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് അഗ്രീവ്ഡ് ആയിട്ടുള്ള പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ഏജന്റിനോ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് അപ്പോൺ പോലീസ് റിപ്പോർട്ട് കോഗ്നൈസൻസ് എടുക്കാൻ പറ്റും. മൂന്നാമത്തത് സുവമോട്ടോ അല്ലെങ്കിൽ ഓൺ തേർഡ് സോഴ്സ്. ഈ 3 തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ തൊട്ടടുത്ത സെക്ഷൻ ആയിട്ട് 211 തന്നെ നമുക്ക് എന്താ പറയുന്നത് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ഇപ്പം ഒരു ഇപ്പൊ ചില സ്ഥലത്ത് ഉണ്ടാവില്ലേ, ഇപ്പൊ ചില ഒരാൾക്കെതിരെ ഒരു കേസ് എടുത്തു, മേ ബി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് കരുതിയത്. അപ്പൊ സുവമോട്ടോ കണ്ടതാണ്, വേറെ കംപ്ലൈന്റ് ഇല്ല, പരാതിക്കാരനില്ല. ഈവൻ അത്തരം സാഹചര്യങ്ങൾ വളരെ റയർ ആണ്. അങ്ങനെ ഒരു പരാതി എടുത്തു കഴിഞ്ഞാൽ അക്യൂസിന് ഒരു റൈറ്റ് കിട്ടുകയാണ്. അതായത് അദ്ദേഹത്തിന് എനിക്കെതിരെ കേസെടുത്ത് ഇതേ മജിസ്ട്രേറ്റിന്റെ അടുത്ത് തന്നെ ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്ലിക്കേഷനുള്ള കേസ് വേറൊരു കോടതിയിലേക്ക്, വേറൊരു മജിസ്ട്രേറ്റ് എടുത്ത് ട്രയൽ നടത്താൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ അതോറിറ്റി എടുക്കണം. ആ അതോറിറ്റിയാണ് 211 സെക്ഷൻ 211 പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓൺലി ഇൻ കേസസ്, അതായത് 210 ക്ലോസ് C പ്രകാരമുള്ള കേസസിൽ മാത്രമേ ഈ അതോറിറ്റി കിട്ടുന്നുള്ളൂ. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം. കാരണം ഞാൻ സ്ക്രീനിൽ എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുടെ പറയാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്, പക്ഷെ നേരത്തെ പോലത്തെ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ള അവസ്ഥ എനിക്ക്
വൈസ് തന്നെ പോകുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെയല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം സെക്ഷൻ ചാപ്റ്റർ 15 നമ്മൾ കോഗ്നൈസൻസും, അതായത് ഒരു കോടതിക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു കേസിൽ കോഗ്നൈസൻസ് എടുക്കാമെന്നും അതിന് ഏതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചാപ്റ്റർ 15. അതായത് 210 മുതൽ 222 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് 210 മുതൽ 214 വരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും 215 മുതൽ 222 വരെ ലിമിറ്റേഷൻസും ആണ്. മജിസ്ട്രേറ്റിനുള്ള ലിമിറ്റേഷൻസ്, കോഗ്നൈസൻസ് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ആണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 212 വരുന്ന സമയത്ത് മേക്കിംഗ് ഓവർ കേസസ് ടു മജിസ്ട്രേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു മേക്കിംഗ് ഓവർ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹയർ അതോറിറ്റി ലോവർ അതോറിറ്റിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് മേക്കിംഗ് ഓവർ. അതായത് ഇപ്പൊ CJMന്റെ അടുത്തേക്ക് ഒരു കംപ്ലൈന്റ് വരുന്നു, അദ്ദേഹം ആ കംപ്ലൈന്റ് എടുത്തതിനു ശേഷം ഇൻക്വയറിക്കോ ട്രയലിനോ വേണ്ടിയിട്ട് മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് മേക്കിംഗ് ഓവർ. അതാണ് സെക്ഷൻ 212 പറഞ്ഞിട്ടുള്ളത്. പിന്നെ 213 ഒരു എക്സെപ്ഷൻ ആണ്. അതായത് 213 പ്രകാരം ഇപ്പം കോഗ്നൈസൻസ് എടുക്കാനുള്ള അതോറിറ്റി മജിസ്ട്രേറ്റിന് മാത്രമേ ഉള്ളൂ, സെഷൻസ് കോടതിക്ക് ഇല്ല എന്നാണ് 213 പറഞ്ഞിട്ടുള്ളത്. 213 പ്രകാരം ഒരു സ്പെസിഫിക് ലോ അല്ലെങ്കിൽ BNS പറയാത്തിടത്തോളം കാലം സെഷൻസ് കോടതിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ കോഗ്നൈസൻസ്, ഒരു കേസിൽ കോഗ്നൈസൻസ് എടുക്കാനുള്ള അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് 213 പറഞ്ഞത്. പക്ഷേ സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഇപ്പൊ സ്പോക്സോ കേസസ് വരുവാണ്, അല്ലെങ്കിൽ ഇപ്പോ SC/ST ആക്ട് ചോദിച്ചോ. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ സാർ. ഏത് സെക്ഷൻ മുതലാ പറയല് തുടങ്ങി? ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് നോട്ട്. ഞാനിപ്പോ 210 തുടങ്ങിയത്. അതായത് നിങ്ങളുടെ കംപ്ലൈന്റ് ടു മജിസ്ട്രേറ്റ് വരുന്നില്ലേ? ഓ ഓക്കെ, അതോറിറ്റികളാണ് തുടങ്ങിയത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയസ് പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. 3 പേർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അഗ്രീവ്ഡ് പേഴ്സൺ ഓർ അയാളുടെ ഓതറൈസ്ഡ് ഏജന്റ്, രണ്ടാമത്തത് ഓൺ പോലീസ് റിപ്പോർട്ട്, മൂന്നാമത്തത് ഒരു മജിസ്ട്രേറ്റിന് സുവമോട്ടോ കാണുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിലൂടെ ഈവൻ പത്രത്തിലൂടെ വരുന്ന കാര്യത്തിലോ വരുന്ന ഇൻഫർമേഷന്റെ മുകളിൽ കേസ് എടുക്കാന്നുള്ളത്. അതിന്റെ ക്ലോസ് 2 പറഞ്ഞത് CJM ആണ് ഈ 2 കോടതിയും ഓതറൈസ് ചെയ്യുന്നത്. ക്ലോസ് 2 പറഞ്ഞു. ഇതാണ് സെക്ഷൻ 210 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനും ഇപ്പം 210 ക്ലോസ് 1 സാധാരണഗതിയിൽ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ ഒരു കോടതിയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുക 210 ക്ലോസ് 1. അത് കഴിഞ്ഞിട്ട് ഇപ്പം മജിസ്ട്രേറ്റ് സുവമോട്ടോ എടുക്കുകയാണെങ്കിൽ ആ കേസിന്റെ അകത്ത് പ്രതിക്ക് സുവമോട്ടോ എടുക്കുന്ന കേസിൽ, അതായത് ക്ലോസ് C പ്രകാരം ആണ് ഈ മജിസ്ട്രേറ്റിന് സുവമോട്ടോ അദ്ദേഹം കാണുന്ന ഒരു ആക്ഷന് ഒരു ഓഫൻസ് ഉണ്ട് എന്ന് തോന്നുന്ന കംപ്ലൈന്റ് എടുക്കാനുള്ള അതോറിറ്റി 210C അത് പ്രകാരം എടുക്കുന്ന കേസിന്റെ അകത്തൊക്കെ പ്രതിക്കൊരു റൈറ്റ് ഉണ്ട്. ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്റെ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് 211 പ്രകാരം പറയുന്നത്. 212 പ്രകാരം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു CJM എടുക്കുന്ന കേസ് മറ്റൊരു കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പറയുന്നത് കോർട്ട് ഓഫ് സെഷൻ, അതായത് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു ഇതിന്റെ ഹയർ അതോറിറ്റിയാണ് സെഷൻസ് കോടതി. അപ്പൊ സെഷൻസ് കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ ബാറാണ് ശരിക്ക് 212 സെക്ഷൻ 212 പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ലോ പറയുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പോക്സോ ഒഫൻസുകളിൽ, അതുപോലെ തന്നെ SC/ST ഒഫൻസുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്, നേരിട്ട് സെഷൻസ് കോർട്ടിലേക്ക് കേസ് പോകുന്നത്. അല്ലാത്ത സാഹചര്യങ്ങൾ എന്താ വെച്ചാൽ കമ്മിറ്റൽ പ്രൊസീഡിങ്സ്, നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗങ്ങളിൽ ഇനി ഉണ്ടാവും കമ്മിറ്റൽ പ്രൊസീഡിങ്സ്, അതുപോലെ തന്നെ മറ്റു പ്രൊസീഡിങ്സ് എങ്ങനെയാണ്. അപ്പം നേരിട്ട് ഈ കേസ് എടുക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് സെഷൻസ് കോടതി പിന്നെ ഇത്തരം കേസുകളിൽ ട്രയൽ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് നോക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പം എക്സാം ആയതുകൊണ്ട് പോയിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ സെഷൻസ് കോടതിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് സെഷൻസ് കോടതിക്ക് നേരിട്ട് സാധാരണ പറ്റില്ല. ഈവൻ IPC ഒഫൻസ് ഒക്കെ ആണെങ്കിൽ പറ്റില്ല. ഇപ്പൊ പോക്സോ ഒഫൻസ് ഒക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ലോ ആയതുകൊണ്ട്, സ്പെഷ്യൽ ലോ പെർമിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പോകാൻ പറ്റും. നേരിട്ട് പോയിട്ട് അവിടുന്ന് കോഗ്നൈസൻസ് എടുക്കാൻ പറ്റും അത്തരം കേസുകളിൽ മാത്രം. അതൊരു ഇപ്പം 212 ക്ലോസ് 1 തന്നെ പറയുന്നുണ്ട്, 213 തന്നെ പറയുന്നുണ്ട്, എക്സ്പെഷ്യലി ബൈ സംഹിത ഓർ ബൈ എനി അതർ ലോ എന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത സാഹചര്യങ്ങളൊന്നും തന്നെ സെഷൻസ് കോടതിക്ക്
മജിസ്ട്രേറ്റിന്റെ ഈ ഒരു അതോറിറ്റി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ 214 ഇതുപോലെ തന്നെ ഇപ്പം സെഷൻസ് കോടതി ഒരു എടുത്തൊരു കേസ്, ഇപ്പോൾ ഒരു ബോക്സ് ഒഫൻസ് സെഷൻസ് കോടതി എടുക്കുകയാണ്, ഒരു FIR വന്നു, അതിന്റെ മുകളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നു, നേരിട്ട് വന്നു, ഒരു കംപ്ലൈന്റ് വന്നു, അത് സെഷൻസ് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയ്ഡ് ഓവർ ചെയ്യാൻ പറ്റും. എങ്ങോട്ടേക്ക് വെച്ചാൽ അഡീഷണൽ സെഷൻസിലേക്ക് മെയ്ഡ് ഓവർ. അതാണ് 204. അത്ര റിലവന്റ് അല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CJM വരുന്ന മാറ്റർ മജിസ്ട്രേറ്റിന് മെയ്ഡ് ഓവർ ചെയ്യുന്ന പോലെ തന്നെ സെഷൻസ് കോടതിക്ക് അഡീഷണൽ സെഷൻസ് ജഡ്ജികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കേസ് ട്രയൽമെന്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഇപ്പം ഒരു സ്പെഷ്യൽ പോക്സോ കോടതി ഉണ്ടെങ്കിലും അഡീഷണൽ പോക്സോ കോടതികൾ ഈ ഒരു അതോറിറ്റിയിലാണ് വരുന്നത്. അവിടെ വരുന്ന കേസുകൾ അഡീഷണൽ പോക്സോ. പിന്നീട് വരുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു മജിസ്ട്രേറ്റിന് കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല. അതിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 215 തന്നെയാണ്. 215 മുതൽ ഏകദേശം 222 തന്നെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അഗ്രീവ്ഡ് പേഴ്സൺ വരാം, അല്ലെങ്കിൽ ഏജന്റ് വരാം, സുവോമോട്ടോ എടുക്കാം, അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിന് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇത്തരത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മജിസ്ട്രേറ്റിന് കോഗ്നൈസൻസ് എടുക്കാൻ അതോറിറ്റി ഇല്ലാതായി പോണത്, അവരുടെ അതോറിറ്റി അതല്ലെങ്കിൽ അവർക്ക് ലിമിറ്റേഷൻസ് വരുന്നത്, അതാണ് പിന്നീടുള്ള സെക്ഷൻസ്. അതായത് 215 മുതൽ 222 വരെയുള്ള സെക്ഷൻസിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിലാണ്. അതിൽ ഫസ്റ്റ് ബാർ അല്ലെങ്കിൽ ഫസ്റ്റ് ലിമിറ്റേഷൻ പറഞ്ഞിട്ടുള്ളത് 215 തന്നെയാണ്. അതിൽ 3 ലിമിറ്റേഷൻസ് കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കണ്ടംപ്റ്റ് ഓഫ് ലോഫുൾ അതോറിറ്റി ബൈ പബ്ലിക് സർവന്റ്. ഒന്നതാണ്. 2, ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് ആണ്. 3, ഒഫൻസസ് റിലേറ്റിംഗ് ടു ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്ററി എവിഡൻസ് ആണ്, അല്ലെങ്കിൽ എവിഡൻസ് ഗിവൺ ടു ദ കോർട്ടാണ്. ഈ 3 കാര്യങ്ങളിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് മാത്രം പോരാ. ഈ പറഞ്ഞ ക്രൈറ്റീരിയാസിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? പോകാൻ പറ്റില്ല. മറ്റു ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈവൻ ഇപ്പോ ഒരു ലോഫുൾ അതോറിറ്റി പബ്ലിക് സർവന്റ് അതോറിറ്റി ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? ഈ കംപ്ലൈന്റ് ഒന്നുകിൽ ഈ പബ്ലിക് സർവന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പബ്ലിക് സർവന്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് പേഴ്സണോ ആയിരിക്കണം കൊടുക്കേണ്ടത്. മറ്റു സാഹചര്യങ്ങൾ പോലെ ഇപ്പൊ ഒരു സുവമോട്ടോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ഒരു വേറൊരു പേഴ്സൺ വന്നിട്ട് ഈ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് അഗ്രീവ്ഡ് ആയിട്ടുള്ള പബ്ലിക് സർവന്റ് ആരാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓതറൈസ് ചെയ്യുന്ന പബ്ലിക് അതോറിറ്റിയുള്ള പേഴ്സണോ ആയിരിക്കണം കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു 2 കാര്യങ്ങളിൽ ഒഫൻസസ് പബ്ലിക് ഇപ്പൊ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കോടതി കൊടുത്ത എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഒരാളൊരു ഫാൾസ് ഡോക്യുമെന്റ് ഒരു എവിഡൻസിന്റെ ഭാഗമായിട്ട് ഒരു കോടതി കൊണ്ടുപോയി കൊടുക്കാന്ന് കരുതിക്കും. അത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. ഗിവിംഗ് ഫാൾസ് എവിഡൻസ് ഇൻ ദ കോർട്ട്. BNS ഒഫൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ കേസ് എടുക്കുന്ന സമയത്ത് ആ ഒരു കേസിന്റെ സംഭവമായി ബന്ധപ്പെട്ട് കോഗ്നൈസൻസ് ഒരു കോടതിക്ക് എടുക്കണമെങ്കിൽ ആ കൺസേൺഡ് മജിസ്ട്രേറ്റിന്റെയോ അദ്ദേഹത്തിന്റെ ഹയർ അതോറിറ്റിയിലുള്ള കോടതിയുടെയോ എന്ത് ചെയ്യണം? പെർമിഷനോ സാങ്ഷനോ കംപ്ലൈന്റോ വേണം. ഇതില്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. പിന്നെ അതുപോലെ തന്നെ 216 ഇതുപോലെ തന്നെ ഒരു ലിമിറ്റേഷൻ. അതായത് 216 ഇപ്പം വിറ്റ്നസിനെ ത്രട്ടൺ ചെയ്യുന്ന ഒരു കേസാണ്. ഇപ്പം ഞാനൊരു കേസിൽ ഒരു പരാതിക്കാരനാന്ന് കരുതുക. എന്റെ പരാതിയുടെ കേസിൽ ഇപ്പോൾ പ്രതി ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാക്ഷിനെ ത്രട്ടൺ ചെയ്തു. പരാതിക്കാരനെ എനിക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാധിക്കപ്പെട്ട ഞാനാണെങ്കിൽ പോലും എന്റെ കേസിനാണ് ബാധിക്കുന്നത് പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പകരം ആ വിറ്റ്നസിനെ ഡയറക്റ്റ് പോയിട്ട് അയാൾ എന്നെ പരാതി കൊടുത്താൽ മാത്രമേ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് 216 ലിമിറ്റേഷൻ. പിന്നീടുള്ളത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് പ്രീവിയസ് സാങ്ഷൻ വേണം. അത് ചാപ്റ്റർ 7 കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നതാണോ, അല്ലെങ്കിൽ ചില ഒഫൻസ് കോൺസ്പിറസി സംബന്ധിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്പിറസി ആണെങ്കിലും ഒഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് ആണ് സമയത്ത് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ സാങ്ഷൻ, പ്രീവിയസ് സാങ്ഷൻ വേണം. ഏതാണ് കൺസേൺ ഗവൺമെന്റ് വരുന്നത് അതിന്റെ സാങ്ഷൻ വേണം. ആ സാങ്ഷൻ ഇല്ലാതെ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല. ഇതേ ക്രൈറ്റീരിയാസ് ഈവൻ ചില ഇപ്പം എക്സ്പ്ലോസീവ് ഒഫൻസസ് വരികയാണെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാങ്ഷൻ വേണം. അപ്പൊ ഇത്തരത്തില് സാങ്ഷൻ കൂടി അപ്ലിക്കബിൾ ആവുകയാണ്. ആ സാങ്ഷൻ ഇല്ലാതെ മജിസ്ട്രേറ്റ് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ 217 പറഞ്ഞ ലിമിറ്റേഷൻ. പിന്നെ 218 പറഞ്ഞിരിക്കുന്നത് ഈ പബ്ലിക് സർവന്റിനും ജഡ്ജസിനെതിരെയുള്ളതാണ്. ഇവർക്കെതിരെ കോഗ്നൈസൻസ് എടുക്കണമെങ്കിൽ, ഇതൊക്കെ പണ്ട് തന്നെ ഉണ്ടായിരുന്ന സെക്ഷനാണ്, മുമ്പത്തെ CRPCയിലും ഉണ്ടായിരുന്ന സെക്ഷനാണ്. ഇവർക്കെതിരെയും കോഗ്നൈസൻസ് എടുക്കണമെങ്കിൽ പ്രീവിയസ് സാങ്ഷൻ ഗവൺമെന്റിൽ നിന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ വേണം.
ഇപ്പൊ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷൻ ആണ്. ഇപ്പം പഴയ ആക്ടിന്റെ അകത്ത് ഇല്ലാത്തത് പുതിയതിൻ്റെ അകത്ത് വന്നതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷൻ ആണ്. 120 ഡേയ്സിന്റെ അകത്ത് ഇപ്പം ഈ ഒരു പെർമിഷൻ സാങ്ഷന് വേണ്ടി കൊടുത്തു, 120 ഡേയ്സ് കഴിഞ്ഞിട്ടും സാങ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് ഡീംഡ് സാങ്ഷൻ നൽകിയായിട്ട് കണക്കാക്കുന്നുള്ളത് ആ 120 ഡേയ്സ് എന്നുള്ള ഡേയ്സ് ഇപ്പം ആഡ് ചെയ്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രൊവിഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈവൺ ഒഫൻസസ് ഈ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ആണെങ്കിൽ, അല്ലെങ്കിൽ റേപ്പ് ഒക്കെയാണ് ഇവർക്കെതിരെ അലിജിരിക്കുന്ന ഒഫൻസ് എങ്കിൽ, ഈവൻ ജഡ്ജ് ആണെങ്കിലും പബ്ലിക് സർവന്റ് ആണെങ്കിലും സാങ്ഷന്റെ ആവശ്യമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോഗ്നൈസൻസ് എടുക്കാൻ പറ്റും. ഇതാണ് 218 കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. 215 മുതൽ ഇങ്ങോട്ടുള്ളത് കോഗ്നൈസൻസ് എടുക്കാനുള്ള ലിമിറ്റേഷൻ ആണ്. അതിൽ 218 ജഡ്ജസിനെതിരെയുള്ള കംപ്ലൈന്റ് വരുന്ന സമയത്തുള്ളതാണ്. 219 പോകുന്ന സമയത്ത് മാരേജ് ആണ്. നോർമലി മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട ഒഫൻസിൽ അവര്, അതായത് ഈ വിക്ടിം അൺസൗണ്ട് മൈൻഡോ ലുനാറ്റിക്കോ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ മാരേജിലുള്ള ആള്, ഇപ്പം വൈഫാണെങ്കിൽ വൈഫിന്റെ പരാതി ഇല്ലാതെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടെന്നെങ്കിലും കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫർമേഷൻ കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പരാതി എടുക്കാൻ പറ്റില്ല. അതിൽ റീസെന്റ് ആഡ് ചെയ്യപ്പെട്ട ഒരു സെക്ഷൻ കൂടി ഉണ്ട് BNS-ൽ. അതിൽ ക്ലോസ് 6 പ്രകാരം ഉള്ള ആക്ട്, അതായത് ഒഫൻസ് 64 BNS-ലെ 64 ഒഫൻസ് എനിക്ക് തോന്നുന്നത് മാരിറ്റൽ സ്റ്റാറ്റസിലാണ്. അതായത് ഇപ്പം 18 വയസ്സാകാത്തൊരു കുട്ടി 1 ഇയർ മുമ്പേ കല്യാണ സമയത്ത് നടന്ന റേപ്പിനെ കുറിച്ചൊരു പരാതി കൊടുത്താൽ 1 ഇയറിന്റെ ലാപ്സ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. മാരേജുമായിട്ട് ബന്ധപ്പെട്ട ലിമിറ്റേഷൻ അതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 85-ലും ലിമിറ്റേഷൻസ് ഉണ്ട്. 85 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് 498 ആയിട്ട് പറയുന്ന സാധനമില്ലേ, ഗാർഹിക പീഡനമാണ് ശരിക്കും 85-ൽ പറഞ്ഞിട്ടുള്ള ഒഫൻസ്. അതായത് മാരിറ്റൽ സ്റ്റാറ്റസിലുള്ള ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസിൽ വൈഫോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവോ തന്നെ പരാതിയായിട്ട് വരണം. അല്ലാതെ ഒരു പേഴ്സന്റെ പരാതി പറ്റില്ല, കോടതിക്ക് കോഗ്നൈസ് ഇല്ല. തേർഡ് പേഴ്സൺ മീൻസ് ഇപ്പോൾ വൈഫ് അല്ലെങ്കിൽ അവന്റെ ഫാദർ മദർ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പരാതി എടുക്കണം. ഇതാണ് 220-ൽ പറഞ്ഞിട്ടുള്ളത്, സെക്ഷൻ 220. അതുപോലെ തന്നെ സെക്ഷൻ 221-ൽ മറ്റൊരു ലിമിറ്റേഷൻ ആണ്. അതായത് സെപ്പറേഷനുള്ള സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫൻസ്. സെക്ഷൻ 67 BNS ആക്ടിലെ ഒഫൻസിലുള്ള ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പരാതിയായിട്ട് വരികയാണെങ്കിലും ഈ പ്രൈമ ഫേസി അങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത കോടതിയെ എന്ത് ചെയ്യാൻ ബോധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഈ വൈഫ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് മറ്റു കാര്യങ്ങളിലെ ലിമിറ്റേഷൻ പറഞ്ഞത്. പിന്നെ 222-ല് വിത്ത് റെസ്പെക്ട് ടു ഡിഫാമേഷൻ ആണ്. ഡിഫാമേഷൻ നമുക്കറിയാം, പോലീസ് കംപ്ലൈന്റ് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫാമേഷൻ എടുക്കാൻ പറ്റില്ല, പിന്നെ ഡയറക്റ്റ് വന്ന് കൊടുക്കണം. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഇതത്ര മെറ്റീരിയൽ ആയിട്ടുള്ള സാധനമല്ല, മൈൻഡിൽ മാത്രം വെച്ചാൽ മതി. ഡിഫാമേഷന്റെ മുകളിൽ ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, മൈൻഡിൽ വെച്ചാൽ മതി. ഈവൺ അതിൻ്റെ അകത്ത് ഡിഫാമേഷൻ്റെ അകത്ത് തന്നെ ഇപ്പം ഈവൺ അഗെയിൻസ്റ്റ് ഇപ്പം ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെന്ന് വെച്ചാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻ റൈറ്റിംഗ് തന്നെ എന്ത് ചെയ്യണം, 6 മന്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഈ 222 പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് ടു മജിസ്ട്രേറ്റ് ഉള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സെക്ഷൻ 210 പ്രകാരം കംപ്ലൈന്റ് ആർക്കൊക്കെ കൊടുക്കാമെന്നും എപ്പോഴൊക്കെ കൊടുക്കാമെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ മജിസ്ട്രേറ്റിനകത്ത് ട്രീറ്റ് ചെയ്യാം എന്നുമാണ് 210 പറഞ്ഞത്. 11-ല് സുവമോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പ്രതിക്കുണ്ടാകുന്ന റൈറ്റ് വേറെ കോടതിയിലേക്ക് പോകണം അല്ലെങ്കിൽ വേറെ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് പ്രതിക്ക് കിട്ടുന്നു. 12-ലേക്ക് വരുന്ന സമയത്ത് മെയ്ഡ് ഓവർ ആണ്. 13-ലേക്ക് വരുന്ന സമയത്ത് സെക്ഷൻ 13-ലേക്ക് വരുന്ന സമയത്ത് സെഷൻസ് കോർട്ടിലുള്ള ബാർ ആണ്, ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. 14-ല് വീണ്ടും മെയ്ഡ് ഓവർ ആണ്. പിന്നീട് 15 മുതൽ 22 വരെ ലിമിറ്റേഷൻസ് ആണ്. ആ ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് പല കാര്യങ്ങളിൽ, ഒന്ന് ഇപ്പം പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ ആരൊക്കെ കൊടുക്കണം, ഇപ്പം കോടതി ആണെങ്കിൽ അവരുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് റിട്ടേൺ ഓർഡർ വേണം. അതുപോലെ തന്നെ വിറ്റ്നസിന്റെ കാര്യമാണെങ്കിൽ വിറ്റ്നസിനെ ത്രട്ടൺ ചെയ്യുന്നതാണ് വിറ്റ്നസ് തന്നെ ഡയറക്റ്റ് പറയണം. അതുപോലെ തന്നെ സ്റ്റേറ്റിനെതിരെ ആണെങ്കിൽ സ്റ്റേറ്റിന്റെ പ്രീവിയസ് സാങ്ഷൻ വേണം. പബ്ലിക് സർവന്റിനെതിരെ ആണെങ്കിൽ അതിനും സാങ്ഷൻ വേണം. അതിൽ 2
എക്സംഷൻസ് ഉണ്ട്. ഒന്ന് റേപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലുള്ളത്. ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് സാങ്ഷൻ വേണ്ട. അതുപോലെ തന്നെ 120 ദിവസം കഴിഞ്ഞാൽ ഡീംഡ് ആയിട്ട് സാങ്ഷൻ കിട്ടിയതായിട്ട് കണക്കാക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പിന്നെ മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒഫൻസുകളാകുന്ന സമയത്ത് ഇപ്പോൾ അതായത് ആരാണോ പാർട്ട്ണർ അവരുടെ കംപ്ലൈന്റ് വേണം. ഗാർഹികപ്പെടണം 85 BNS ആണെങ്കിൽ അതിൻ്റെ അകത്ത് റിലേറ്റീവ്സോ ഭാര്യയോ തന്നെ പരാതി നൽകണം. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൊത്തമായിട്ടൊരു essay കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇപ്പൊ ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സർ, ഈ ഇൻക്വയറിയും കോഗ്നിസൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് കോഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഗ്നൈസൻസ് എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നതാണ് കോഗ്നൈസൻസ്. കോഗ്നൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടിന്റെ മുകളിൽ ജഡ്ജ് മൈൻഡ് അപ്ലൈ ചെയ്യുന്നതാണ് കോഗ്നൈസൻസ്. ഒരു ഫാക്ട് അവരുടെ മുമ്പിൽ വന്നു, അതിനുശേഷം ആ പ്രൊസീഡിങ്സിൽ കടക്കുന്ന ഭാഗമാണ് എൻക്വയറി. ഫസ്റ്റില് കോഗ്നിസൻസ് ആണ് അല്ലേ? അതായത് ഈ കോഗ്നൈസൻസ് നമുക്ക് എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. നിലവിൽ കോഗ്നൈസൻസ് ഇന്നതാണ് എന്ന് എവിടെയും ഡിഫൈൻ ചെയ്യും. ചില ജഡ്ജ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ജഡ്ജ് എപ്പോഴാണ് ഒരു മൈൻഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മളെ ഇതിന്റെ ആക്ടിന്റെ അകത്ത് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. അതായത് ചില ഒഫൻസുകൾ പണിഷ്മെന്റ് അനുസരിച്ച് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. പഴയത് എനിക്ക് തോന്നുന്നു 458 അങ്ങനെ തോന്നുന്നു CRPC പ്രകാരം. പുതിയത് പ്രകാരം പുതിയത് പ്രകാരം 514 BNSS പ്രകാരം നമുക്ക് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നന്നായി. ഇതും ഒരു കോഗ്നൈസൻസ് ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതായത് ഒരു കോടതിക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 215 മുതൽ 222 വരെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് പുറമേയുള്ള ലിമിറ്റേഷൻ ആണ് സെക്ഷൻ 514 പറഞ്ഞിട്ടുള്ളത്. 514 എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിയർ ആണോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 514 പ്രകാരം ബാർ ഓഫ് ടേക്കിംഗ് കോഗ്നൈസൻസസ് ആഫ്റ്റർ ലാപ്സ് ഓഫ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഇത് പ്രകാരം പണിഷ്മെന്റ് അനുസരിച്ച് ഇപ്പോൾ 6 month ആണ് ഒഫൻസിന്റെ പണിഷ്മെന്റ് എങ്കിൽ, അല്ലെങ്കിൽ ഫൈൻ ആണ് എന്നുണ്ടെങ്കിൽ, സോറി ഇപ്പൊ ഒരു ഫൈൻ ആണ് പണിഷ്മെന്റ് എങ്കിൽ 6 monthനുള്ളിൽ എന്ത് ചെയ്യണം, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് നമ്മളെ നോളജിലേക്ക് എത്തിയിട്ട് നമ്മൾ പരാതി കൊടുക്കണം. ആ 6 month ലാപ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിക്ക് അതിന് നമ്മൾ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല. അതിനും വേറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് പ്രൊവിഷൻസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 1 year ആണ് പണിഷ്മെന്റ് എങ്കിൽ 1 yearനുള്ളിൽ പരാതി കൊടുക്കണം. അപ് ടു 3 year ആണ് പണിഷ്മെന്റ് എങ്കിൽ 3 yearനുള്ളിൽ പരാതി കൊടുക്കണം. അപ്പൊ ഈ ലാപ്സ് ഓഫ് പീരീഡ് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, മജിസ്ട്രേറ്റിന് കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കേസുകളിൽ, ചില കേസുകൾ വരുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്തു, ഈ കോഗ്നൈസൻസ് എടുക്കുന്ന എപ്പോഴാണെന്നുള്ള ഒരു പരിധി വരും. സപ്പോസ് ഒരു പരാതി, ഇപ്പൊ ഒരു ഫോറസ്റ്റ് കേസിൽ ഒരു പരാതി ഒരു കോടതിയുടെ മുമ്പിലെത്തി. ഒരു OR ആണ് ഫോറസ്റ്റ് സാധാരണ ഇതിലെടുക്കുക. അതായത് ഇപ്പൊ ഒരു ഫോറസ്റ്റ് ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആദ്യം തയ്യാറാക്കുക, ഒക്കറൻസ് റിപ്പോർട്ടാണ് തയ്യാറാക്കുക. ആ ഒക്കറൻസ് റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനുശേഷമാണ് അവരുടെ കംപ്ലൈന്റ് കോടതിയിലേക്ക് എത്തുക. പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. അതായത് ഒക്കറൻസ് റിപ്പോർട്ട് അവർ ഫസ്റ്റ് തയ്യാറാക്കുക. ആ ഒക്കറൻസ് റിപ്പോർട്ട് എപ്പോഴാണോ തയ്യാറാക്കുന്നത് കോടതിയിലേക്ക് എത്തും. ഫസ്റ്റ് തന്നെ കോടതിയിലേക്ക് എത്തും. പ്രതിനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും, ഇതൊക്കെ നടക്കും. പക്ഷെ ഇവരുടെ കംപ്ലൈന്റ് എത്തുക സബ്സിക്വന്റ്ലി ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഇതിന്റെ അകത്ത് ഈ ഒക്കറൻസ് റിപ്പോർട്ട് വരുന്ന സമയത്ത് കോഗ്നൈസൻസ് വരുന്നുണ്ടോ? അതല്ല, ഇപ്പൊ ഒഫൻസ് പണിഷബിൾ അപ് ടു 3 years ആണ്, കംപ്ലൈന്റ് വരുന്നത് 3 yearsന്റെ ലാപ്സിന് ശേഷമാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് 3 years കഴിഞ്ഞിട്ടാണോ കോഗ്നൈസൻസ് എടുക്കുന്നത്? ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പം അന്ന് കംപ്ലൈന്റ് വന്നല്ലോ, മജിസ്ട്രേറ്റ് ആ കംപ്ലൈന്റ് കണ്ടില്ലേ, അപ്പൊ മജിസ്ട്രേറ്റ് കോഗ്നൈസൻസ് എടുത്തില്ലേ? അപ്പൊ ആ സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ കോഗ്നൈസൻസ് എടുക്കുന്നില്ല. കോഗ്നൈസൻസ് എടുക്കുന്നത് കംപ്ലൈന്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് എപ്പോഴാണോ ഈ കാര്യങ്ങൾ മൈൻഡിലൂടെ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഒരു ഒഫൻസ് നിൽക്കുന്നുണ്ട്, ഇന്ന ആൾക്കെതിരെ ഇന്ന ഒഫൻസ് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തിങ്കിങ്, ഒരു ഫാക്ടിന്റെ മുകളിൽ തിങ്ക് ചെയ്തിട്ട് ഈ ഒഫൻസ് നിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്, ആ സമയത്ത് മാത്രമേ കോഗ്നൈസൻസ് എടുക്കപ്പെടുന്നുള്ളൂ. ക്ലിയർ? ക്ലിയർ ആയി. അപ്പൊ അത് ഇൻക്വയറി ഒന്നായിട്ട് ബന്ധപ്പെട്ടതല്ല, എപ്പോഴാണോ ഇൻക്വയറി, അതായത് ഇൻക്വയറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒഫൻസ് വന്നു, അപ്പൊ അതിന്റെ അകത്ത്
ഇപ്പം മജിസ്ട്രേറ്റിന് ഈ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടും ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നുകൂടെ അന്വേഷിക്കണം. അപ്പൊ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എൻക്വയറി നടത്താൻ പറ്റും, അല്ലെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ വിടാൻ പറ്റും. ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വന്നു. മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഇഷ്യൂസ് പോസ്റ്റ്പോൺ ചെയ്യാണ്, ഇതൊക്കെ ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് ഇൻക്വയറി നടത്താൻ പറ്റും. അപ്പൊ അത്ര നടന്ന ഇൻക്വയറി ഈ ഫാക്ടുകളിലേക്ക് ഫാക്ടിന് ആധികാരികത ഉണ്ടോ എന്നുള്ള എൻക്വയറി നടത്തും. അത് ഈ കോഗ്നിസൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ എൻക്വയറി എല്ലാ സമയത്തും കോഗ്നിസൻസ് എടുക്കാൻ വേണമെന്നില്ല. അത് മജിസ്ട്രേറ്റിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻക്വയറി ചെയ്താൽ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഫാക്ട് വന്നു, അവർക്ക് ആ ഫാക്ടിന്റെ അകത്ത് തന്നെ ക്ലിയർ ആണെങ്കിൽ സെപ്പറേറ്റ് എൻക്വയറി അതിന്റെ അവർ നടത്തേണ്ട ആവശ്യമില്ല. എൻക്വയറി നടത്താൻ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇപ്പൊ സോൺ എടുക്കാം. ഇനിയിപ്പോ ഇതൊന്നുമല്ല, ഇപ്പൊ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വരികയാണ് ബൈ ഒരു പബ്ലിക് സെർവന്റ് ആണെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോ വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഇപ്പം വിത്ത് റെസ്പെക്ട് ടു കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നു, അതിന്റെ അകത്ത് എന്ത് ചെയ്തു, അതിന്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെ ലിമിറ്റേഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ സെക്ഷൻ 514 അതിന്റെ കൂടെ എഴുതി എക്സാം എഴുതുന്ന സമയത്ത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ടൈം ലിമിറ്റേഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. 514 പറഞ്ഞ ലിമിറ്റേഷൻസ് ഒഫൻസിന്റെ പണിഷ്മെന്റ് അനുസരിച്ച് കോഗ്നൈസൻസ് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് വരും എന്നുള്ള കാര്യം കൂടെ എക്സാമിന്റെ കൂടെ അതുകൂടെ എഴുതി ചേർക്കുക. പിന്നീട് വരുന്ന സെക്ഷൻസ് 223 മുതൽ 226 വരെയുള്ള ഭാഗങ്ങളാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് പറഞ്ഞിട്ടുള്ളത്. അത് സെക്കൻഡ് പാർട്ടാണ്. ചാപ്റ്റർ 16 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലൈന്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അതായത് മജിസ്ട്രേറ്റിന്റെ കംപ്ലൈന്റ് വരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ രണ്ട് തരത്തിൽ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം 210 ക്ലോസ് 1 പ്രകാരം ഡയറക്റ്റ് കംപ്ലൈന്റ് വരാം. പിന്നെ സെക്കൻഡ് പറഞ്ഞത് 193 റിപ്പോർട്ടാണ്, പോലീസ് റിപ്പോർട്ടാണ്. തേർഡ് സുവോമോട്ടാണ്. ഇപ്പൊ സുവോമോട്ടോ വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയറെ പറ്റി BNSL എന്ത് ചെയ്യുന്നില്ല, ഇന്ന രീതിയിൽ പോകണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ വരാറില്ല, സാധാരണഗതിയിൽ അത്തരം രീതിയിൽ വരാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വന്ന കേസുകളൊക്കെ സാധാരണ ചെയ്തിട്ടുള്ളത് വേറൊരു മജിസ്ട്രേറ്റിലേക്ക് മെയ്ഡ് ഓവർ ചെയ്തിട്ട് അവിടെ ഈ മജിസ്ട്രേറ്റ് വിറ്റ്നസ് ആയിട്ട് ഹാജരായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ചില റെയറസ്റ്റ് കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ സാധാരണഗതിയിൽ അത് വരാറില്ല. അതിന് പർട്ടിക്കുലർ പ്രൊസീജിയർ പറഞ്ഞിട്ടില്ല. ബാക്കി പ്രൊസീജിയർ ഇത് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതിന്റെ അകത്ത് ഇനി എക്സാമിനേഷൻ ഓഫ് മജിസ്ട്രേറ്റ് എന്നുള്ള, അതായത് എക്സാമിനേഷൻ ഓഫ് കംപ്ലൈന്റ് എന്നുള്ള ഭാഗങ്ങളിൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മുകളിൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞുള്ള ഭാഗങ്ങളിൽ നമുക്കാകെ 4 സെക്ഷൻ, അതായത് 223, 224, 225, 226 ഈ സെക്ഷൻസ് ആണ് ഇതിന്റെ ബിഫോർ ട്രയലിന്റെ മുമ്പേ എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലൈന്റ് വന്നാൽ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം, എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് 223, 224, 225, 226 അപ്പൊ 226 പ്രകാരം ഒരു കംപ്ലൈന്റ് വന്നു, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, 210 പ്രകാരം ഒരു കംപ്ലൈന്റ് വന്നു. പിന്നീടുള്ള അടുത്ത സ്റ്റെപ്സ്, അതായത് ഇപ്പൊ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ മുമ്പത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു കോഗ്നൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നു, ആ സമയത്ത് കംപ്ലൈന്റ് കേട്ടു, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഈ സാധനം അയക്കാമായിരുന്നു. ഡയറക്റ്റ് ഈ കംപ്ലൈന്റ് നേരിട്ട് ഫോർവേഡ് ടു കൺസേൺ SHO എന്ന് പറഞ്ഞിട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു FIR ഇടും. ആ FIRന്റെ മുകളിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, ബാക്കി പ്രൊസീജിയർ നടക്കുമായിരുന്നു. പുതിയ ലോ പ്രകാരം ഇപ്പം 223 ആഡ് ചെയ്തൊരു പ്രൊവിഷൻ ഉണ്ട്. ആ ആഡ് ചെയ്ത സാധനം പ്രൊവൈഡഡ് നോ കോഗ്നൈസൻസ് ഓഫൻസ് ഷാൽ ബി ടേക്കൺ ബൈ മജിസ്ട്രേറ്റ് വിത്തൗട്ട് ഗിവിംഗ് ദ അക്യൂസ്ഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ 223 ചേർത്തു. പണ്ട് ഇതുണ്ടായിരുന്നത് 210 കാരണം ഒരു 13 സെക്ഷൻ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ക്ലോസ് ബിയും സിയും ഒക്കെ മാറ്റിയിട്ട് 210 ഒരു 23 സെക്ഷൻ എക്സ്ട്രാ വന്നിട്ടാണ് 223 ഇത് മാറുന്നത്, എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റിന്റെ കൂടെ എന്ത് ചെയ്യാറുണ്ട്, പ്രതിക്ക് നോട്ടീസ് അയക്കാറുണ്ട് ബിഫോർ ടേക്കിംഗ് കോഗ്നൈസൻസ്. പ്രതിയുടെ ഭാഗം കൂടി കേട്ട് ഇപ്പൊ എടുക്കാറില്ല. മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. മുമ്പ് നേരിട്ട് കംപ്ലൈന്റ് എടുത്തു, ആ വിസ്താരം കഴിഞ്ഞു, അവരുടെ സോൺ എടുത്തു, അപ്പൊ തന്നെ കോഗ്നൈസൻസ് ആയി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം നേരിട്ട് പ്രതി കൂടി നോട്ടീസ് അയക്കുന്നുണ്ട്. ആ നോട്ടീസ് കൂടി അയച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോഗ്നൈസൻസ് എടുക്കണുള്ളൂ കോടതി. അപ്പൊ ഇപ്പൊ ഇത്ര ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കംപ്ലൈന്റിനെ ഓൺ ഓത്തിലാണ് എക്സാമിൻ ചെയ്യുക. ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അടുത്ത പ്രൊസീജിയർ ഒരു കംപ്ലൈന്റ് കേസിന്റെ അത് അടുത്ത പ്രൊസീജിയർ ആയിട്ട് വരുന്നത് അവരെ ഈ കംപ്ലൈന്റിനെ അല്ലെങ്കിൽ അവരുടെ വിറ്റ്നസിനെ ഓൺ ഓത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ ചെയ്യാൻ പറ്റും.
ഈ സാഹചര്യങ്ങളാണ് നിങ്ങൾ നേരെ ചോദിച്ച എൻക്വയറി. ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോഗ്നൈസൻസ് ആയിട്ട് വരുന്നത്. ഈ എൻക്വയറി ഈ സാഹചര്യങ്ങളിൽ കോഗ്നൈസൻസിന്റെ പാർട്ടായിട്ട് വരും. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ കംപ്ലൈന്റ് വന്നു, ഓൺ ഓത്തിന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതിന്റെ മുകളിൽ ഓൺ ഓത്തിന്റെ മുകളിൽ ഫസ്റ്റ് എക്സാമിനേഷൻ ഓഫ് കംപ്ലൈന്റ് ആണ് ഇവിടെ വരുന്നത്. ഓൺ ഓത്താണ് എക്സാമിനേഷൻ ഓഫ് കംപ്ലൈന്റ് വരും. ആ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ്, അതായത് കംപ്ലൈന്റ് പറയുന്ന കാര്യങ്ങൾ, ഓത്തിന്റെ മുകളിലെ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യും. വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് ആരാണോ കൊടുത്തത് അവരുടെ സിഗ്നേച്ചറും കൺസേൺഡ് മജിസ്ട്രേറ്റിന്റെ സിഗ്നേച്ചറും ആ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഉണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ എക്സാം വരുന്ന സമയത്ത് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുകളിൽ ആരൊക്കെ സൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ എഴുതണം. അത് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിലൊരു ഒരു ഒരു പ്രൊവൈഡ് ആയിട്ട് ഒരു സെക്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പബ്ലിക് സർവന്റ് റിട്ടേൺ ആയിട്ടാണ് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു കേസ് ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് വരികയാണ്, അവരത് ഒന്നും ചെയ്യാതെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് തന്നെ മറ്റൊരു മജിസ്ട്രേറ്റിന് മെയ്ഡ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു, അപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ സബ്സെക്ഷൻ എ ആൻഡ് ബി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ട് സാഹചര്യങ്ങളിൽ വേണ്ട. ഒന്ന് പബ്ലിക് സർവന്റ് ആണെങ്കിൽ വേണ്ട. രണ്ടാമത്തെ ഈ കേസ് അവരൊന്നും ചെയ്യാതെ മറ്റൊരു മജിസ്ട്രേറ്റിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ എടുക്കണ്ട. പിന്നെ അതിൻ്റെ അകത്ത് ക്ലോസ് 2 പറഞ്ഞിട്ടുള്ളത്, അല്ല അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്രൊവൈഡർ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഇത്തരത്തിലൊരു കേസ്, ഇപ്പൊ ഞാനിപ്പോ ഒരു മജിസ്ട്രേറ്റ് ആണ് കരുതുക, എൻ്റെ അടുത്ത് ഒരു കേസ് വന്നു. അപ്പൊ ഞാൻ ഈ കംപ്ലൈന്റ് വന്ന സമയത്ത് ഞാൻ ഈ കംപ്ലൈന്റ് എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നേരിട്ട് മെയ്ഡ് ഓവർ ചെയ്യണം. അപ്പൊ ഞാൻ സോൺ എടുക്കണില്ല. അതേ സ്ഥാനത്ത് ഞാൻ ഇവരുടെ ഈ ഒരു വരുന്ന കംപ്ലൈന്റോ വിറ്റ്നസിന്റെയോ സോൺ എടുത്തതിനു ശേഷമാണ് മെയ്ഡ് ഓവർ ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത് സബ്സിക്വന്റ് ആയിട്ട് ആരെടുത്താണോ ഈ മാറ്റർ വരുന്നത് അവർ വീണ്ടും സോൺ എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ പ്രൊവൈഡ് ആയിട്ട് അടുത്ത സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞത്. 212 പ്രകാരം മെയ്ഡ് ഓവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ എടുക്കണം നിർബന്ധമില്ല. ഇൻ കേസ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ മജിസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ പ്രൊവൈഡ് ആയിട്ട് സെക്കൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഈ ബാരാക്ട് ആരെയും കയ്യിലുണ്ടോ ഇതിന്റെ? യെസ് സർ. ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ള ഇപ്പം റീസെന്റ് ആഡ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ അതായത് എക്സാമിനേഷൻ്റെ അകത്ത് സെക്ഷൻ 2ന്റെ അകത്ത്, അതായത് 221 ക്ലോസ് 2ന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള സാധനം, ഒരു പബ്ലിക് സർവന്റിനെതിരെയാണ്, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിനെതിരെയാണ് ഇത്തരത്തിലുള്ള പരാതി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സിറ്റുവേഷൻ അസർട്ടൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ കോഗ്നിസൻസ് എടുക്കരുത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുപ്പീരിയർ ഓഫീസറുടെ റിപ്പോർട്ടും പരിഗണിക്കണം. അതിനുശേഷം മാത്രമേ പബ്ലിക് സർവന്റിനെതിരെ ഓൺ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടി ആണ് ഒഫൻസ് വന്നിട്ടുള്ളതെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ എക്സാമിനേഷൻ ഓഫ് കംപ്ലൈന്റ് വരുന്ന സമയത്ത് ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഒരു കംപ്ലൈന്റ് ഒരു പരാതിയായിട്ട് വന്നു, അയാളുടെ വിറ്റ്നസസിനെ എക്സാമിൻ ചെയ്തു, ഓൺ ഓത്തിന്റെ മുകളിൽ ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു ഇൻ റൈറ്റിംഗ്. അതിന്റെ താഴത്ത് കൺസേൺഡ് കംപ്ലൈന്റ് സൈൻ ചെയ്തു, വിറ്റ്നസസ് സൈൻ ചെയ്തു. അതായത് വിറ്റ്നസ് ആണ് കംപ്ലൈന്റ് കൊടുക്കണ ഓത്തിന്റെ കംപ്ലൈന്റ് സൈൻ ചെയ്തു, വിറ്റ്നസ് കൊടുക്കണ സ്റ്റേറ്റ്മെന്റോളം വിറ്റ്നസ് സൈൻ ചെയ്തു. അതിനുശേഷം കൺസേൺഡ് മജിസ്ട്രേറ്റ് സൈൻ ചെയ്തു. ഈ കാര്യങ്ങൾ ഓർക്കുക. ഇതിന്റെ അകത്ത് പബ്ലിക് സർവന്റ് ആണ് കംപ്ലൈന്റ്, ഓൺ റിട്ടേൺ കംപ്ലൈന്റ് ആണെങ്കിൽ ഇത്തരത്തിൽ സോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫോറസ്റ്റ് കേസിന്റെ അകത്ത്, ഇപ്പൊ ഫോറസ്റ്റ് കേസിന്റെ അകത്ത് ഒരു കേസ് അഡ്മിറ്റ് ചെയ്ത് പ്രോസസ് അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ട് ഓൺ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതും വിറ്റ്നസിന്റെ സോൺ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. അവരൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അതിന്റെ അകത്ത് വിറ്റ്നസ് ലിസ്റ്റ് ഉണ്ടാവും, ഡയറക്റ്റ് എന്ത് ചെയ്യും, പ്രോസസ് അയക്കും. കാരണം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഇതിൽ കാണാറുണ്ടല്ലോ, ഇപ്പൊ ഫോറസ്റ്റ് ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ടല്ല, ഫോറസ്റ്റുകാരനാണ് വരുന്നത്, അവർ കംപ്ലൈന്റ് ആയിട്ടാണ് ഫയൽ ചെയ്യുക, പോലീസ് റിപ്പോർട്ടായിട്ടല്ല. അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, സോൺ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ 223 ക്ലോസ് 1 ക്ലോസ് ബി എ പ്രകാരം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പബ്ലിക് സർവന്റ് കൊടുക്കുന്ന കംപ്ലൈന്റ് അകത്ത് റിട്ടേൺ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ സോൺ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറൊരു കോടതിയിൽ നിന്ന് മെയ്ഡ് ഓവർ ചെയ്തോ, അല്ലെങ്കിൽ മെയ്ഡ് ഓവർ ഈ കോടതി വേറൊരു കോടതിയിലേക്ക് മെയ്ഡ് ഓവർ ചെയ്യാൻ പോണതാണെങ്കിൽ അതിൻ്റെ അകത്തും വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് എടുക്കാം, ഇങ്ങോട്ട് എടുത്തിട്ട് വന്നാണ് ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല.
സോൺ എടുക്കേണ്ട സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യങ്ങളും ഇല്ല. ഇതാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പബ്ലിക് സർവന്റ് ആണെങ്കിൽ ഒരു ലിമിറ്റേഷൻ പറഞ്ഞു. പബ്ലിക് സർവന്റ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പരാതി വരുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റഡ് ബൈ പബ്ലിക് സർവന്റ് അയാളുടെ ഡ്യൂട്ടിയുടെ ഡിസ്ചാർജിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡന്റിൽ അയാൾക്കെതിരെ ഒരു ഒഫൻസ് കമ്മിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അയാൾക്ക് ആ സാഹചര്യം അസർട്ടൻ ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കണം. അതുപോലെ തന്നെ അയാളുടെ സുപ്പീരിയർ ഓഫീസർ റിപ്പോർട്ടും ഇല്ലാതെ കോഗ്നിസൻസ് എടുക്കാൻ പറ്റില്ല. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് പബ്ലിക് സർവന്റിന് ഈ ആക്ട് പ്രകാരം. ഈ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക എങ്ങനെയാണ് എക്സാമിനേഷൻ കംപ്ലൈന്റ് എന്നുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ ഈ കാര്യങ്ങൾ? Yes. പിന്നെ ഇനിയിപ്പോ ഒരു അടുത്ത സെക്ഷനിൽ പറഞ്ഞു, ഇനിയിപ്പോ ഒരു കംപ്ലൈന്റ് ഇപ്പൊ മാറി വന്നു. ഇപ്പൊ ഒരു അതായത് മജിസ്ട്രേറ്റിന് കോമ്പിറ്റൻസ് ഉണ്ട്, ജൂറിസ്ഡിക്ഷൻ നിങ്ങൾ പഠിച്ച ഭാഗമാണ്. ഏതൊക്കെ കോടതിക്ക് എന്തൊക്കെയാണ് ജൂറിസ്ഡിക്ഷൻ, ഓരോ കാര്യത്തിന് ഓരോ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഒരു ജൂറിസ്ഡിക്ഷൻ മാറിയിട്ട് വരികയാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് മാറി ഫയൽ ചെയ്തു, കുന്നമംഗലം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത് ഇപ്പൊ കോഴിക്കോട് കോടതിയിൽ ഫയൽ ചെയ്തു, ജൂറിസ്ഡിക്ഷൻ മാറിപ്പോയി. അപ്പം റിട്ടേൺ ചെയ്യാം കംപ്ലൈന്റ്. റിട്ടേൺ വിത്ത് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് അടുത്ത സെക്ഷനിൽ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ കംപ്ലൈന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കണം. ഇനിയിപ്പം ഈ കംപ്ലൈന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ അത് റൈറ്റിംഗ് എഴുതിയിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യാം. ഇതാണ് ഈ ഭാഗത്ത് അടുത്ത സെക്ഷനായിട്ട് വന്നിട്ടുള്ളത്. 224 പറഞ്ഞിട്ടുള്ള ഇതാണ്. നമുക്കാകെ എക്സാമിനേഷൻ കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, പ്രൈവറ്റ് കംപ്ലൈന്റ് വരുന്ന സമയത്ത് ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമുക്കാകെ 4 സെക്ഷൻ ഓർമ്മിക്കാനുള്ളൂ. സെക്ഷൻ 223, 224, 225, 226. നേരത്തെ നമ്മൾ പറഞ്ഞു 210 മുതൽ 222 വരെ കോഗ്നിസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 223 മുതൽ 20 വരെയാണ് കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പ്രൈവറ്റ് കംപ്ലൈന്റ് വരുന്ന സമയത്ത് വരുന്നത്. പിന്നീട് വരുന്ന സെക്ഷൻ 225 ആണ്. അതിൻ്റെ അകത്താണ് ഇഷ്യൂ ഓഫ് പ്രോസസ്സ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഇപ്പം കോടതി എന്ത് ചെയ്യാണ്, ഒരു കാര്യത്തിൽ ഒരു എൻക്വയറി നടത്താൻ തോന്നുകയാണെങ്കിൽ പ്രോസസ്സ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻവെസ്റ്റിഗേഷൻ അയക്കുകയോ അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്താനോ പറ്റും. അതാണ് ഈ സെക്ഷനിൽ പറഞ്ഞത്. പക്ഷെ ഈ ഇൻവെസ്റ്റിഗേഷൻ അയക്കൽ എല്ലാ സാഹചര്യങ്ങളിലും പറ്റില്ല. ഇപ്പൊ ഒരു ഒഫൻസ്, ഇപ്പൊ സപ്പോസ് ഒരു ഒഫൻസ് ഹയർ ഒഫൻസ് സെഷൻസ് എക്സ്ക്ലൂസീവ്ലി ട്രയൽ ബൈ സെഷൻസ് കോർട്ടാണ്, സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ പരിപാടി പറ്റില്ല. പകരം എന്ത് ചെയ്യണം, സോൺ എടുത്തിട്ട് സാധാരണ പ്രൊസീജിയർ ആയിട്ട് ഇപ്പൊ സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യുക, കോപ്പി അപ്ലൈ ചെയ്യുക, പ്രതിക്ക് കോപ്പി കൊടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, സാധാ പ്രൊസീജിയർ ആയിട്ട് കമ്മിറ്റ് ചെയ്യാണ് കോടതി ചെയ്യേണ്ടത്. സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇൻക്വയറിക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ കോടതിക്ക് അയക്കാൻ പറ്റില്ല. ഇത് വരാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ സപ്പോസ് ഒരു ഫാൾസ് അലിഗേഷൻ എന്ന് വിചാരിച്ചു, പോലീസ് കേസ് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഒരാളെ എനിക്ക് ജയിലിൽ കിടത്തുന്നു വിചാരിച്ചു, ഞാൻ എന്ത് ചെയ്യാണ്, പോലീസ് കേസ് കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ കോടതിയിൽ നിന്ന് കംപ്ലൈന്റ് വന്ന് പോലീസ് എന്ത് ചെയ്യണം, പോലീസ് ആ എഫ്ഐആർ ഇടണം. ഇപ്പം പഴയ സാഹചര്യത്തിൽ ഇപ്പൊ ലളിത കുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പിയോ ആന്ധ്രയോ ആണെന്ന് തോന്നുന്നു, ആ കേസിന്റെ അകത്ത് പറഞ്ഞൊരു ഡിക്റ്റം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ പോലീസ് ഇപ്പൊ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, 2 തരം ഒഫൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ലോ സ്റ്റുഡൻസ് ആണ്, കുറച്ച് മേലെത്തിയതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകാത്തത്. ഇപ്പൊ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ അത്തരം കേസുകളിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഈസ് ബൗണ്ട് ടു രജിസ്റ്റർ ആൻ എഫ്ഐആർ എന്നാണ് ആ ഡിക്റ്റം പറഞ്ഞിട്ടുള്ളത്. അതായത് പോലീസിന്റെ ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസിന് ഇപ്പൊ ഒരു എങ്കിലും അല്ല ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ എഫ്ഐആർ ഇടണം. സെഷൻസ് ഒഫൻസ് ഒക്കെ ആകുമ്പോൾ ആളുകൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രിക്കോഷൻ ആയിട്ട് പോലെ ഈ സാധനം ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇഷ്യൂസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് എൻക്വയറിക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ അയക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബാർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പം ഇത്തരത്തില് ഒരു കേസ് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ അതല്ല, ഇതൊക്കെ കഴിഞ്ഞു, ആ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഇതിന്റെ അകത്ത് ഫർദർ പ്രൊസീഡ് ചെയ്യാനൊന്നും ഇയാൾക്കെതിരെ ഇല്ല, അല്ലെങ്കിൽ ഒഫൻസ് നിൽക്കില്ല, ഒഫൻസ് ബ്രോട്ട് ഔട്ട് ചെയ്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ 226 പ്രകാരം ഈ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാം. ഇത്രയാണ് എക്സാമിനേഷൻ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത്തരത്തിലൊരു കംപ്ലൈന്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു കോഗ്നിസൻസ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു, അതിന്റെ പ്രൊസീജിയർ നടന്നു, ഒരു കംപ്ലൈന്റ് വന്നു, അതിനുശേഷം പിന്നീട് വരുന്ന സാധനങ്ങളാണ് ഇഷ്യൂ ഓഫ് പ്രോസസ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് എതിരെ ഏതൊക്കെ രീതിയിലാണ് പ്രോസസ്സ് കംപ്ലൈന്റ് ചെയ്യുക. 2 രീതിയിൽ പോകാൻ, നമുക്ക് സമൻസ് അയക്കാം, വാറണ്ട് അയക്കാം നോർമലി. അത് ചാപ്റ്റർ 18 പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂ ഓഫ് പ്രോസസ്സിനെ കുറിച്ച് 18 പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനീഷ്യൽ സ്റ്റേജസ് ആണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വാറണ്ട് ട്രയലിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞിട്ടെന്ന് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കംപ്ലൈന്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ
കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാനില്ല, കംപ്ലൈന്റ് നിൽക്കും. പിന്നെ അടുത്ത സ്റ്റേജ് എന്താ? പിന്നെ അടുത്ത സ്റ്റേജ് പ്രതിക്ക് നോട്ടീസ് അയക്കുക. അപ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ എപ്പോഴാണ് കോഗ്നൈസൻസ് എടുക്കുക. അപ്പൊ പ്രതിക്ക് നോട്ടീസ് അയക്കുമ്പോഴല്ല കോഗ്നൈസൻസ്, ഇതിന് മുമ്പ് തന്നെ കോഗ്നൈസൻസ് എടുത്തു കഴിഞ്ഞു. പിന്നീടുള്ള പ്രോസസ്സാണ് പ്രതിക്ക് എന്ത് ചെയ്യുക, നോട്ടീസ് അയക്കുക എന്നുള്ളത്. അതിൽ സമൻസ് കേസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സമൻസ് അയക്കാം. വാറണ്ട് കേസ് ആണെങ്കിൽ വാറണ്ട് അയക്കാം, അതുപോലെ തന്നെ സമൻസ് അയക്കാം. അത് മജിസ്ട്രേറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. പിന്നെ അതിൻ്റെ അകത്തൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വാറണ്ട് കേസിൽ വിറ്റ്നസ് ലിസ്റ്റ് ഫയൽ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, സമൻസോ വാറണ്ടോ അയക്കാൻ പാടില്ല എന്ന് ഒരു പ്രൊവിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് എത്രയാണോ ഇപ്പം അതിന്റെ പ്രോസസ് ഫീസ്, ആ ഫീസ് അടച്ചിട്ടില്ലെങ്കിലും പ്രോസസ്സ് പോവില്ല, കംപ്ലീറ്റ് തള്ളും. ഇതൊക്കെ സെഷനിൽ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എക്സാം വരുന്ന സമയത്ത് എഴുതണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഡിസ്പെൻസ് പേഴ്സണൽ അറ്റൻഡൻസ് ആണ്. ഇപ്പൊ ഒരു സപ്പോസ് ഒരു സമൻസ് ഒഫൻസിൽ അപ്പം നോർമലി മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ സമൻസ് അയക്കുന്ന സമയത്ത് തന്നെ പേഴ്സണൽ ഡിസ്പെൻസ് ഒഴിവാക്കാൻ പറ്റും. ഇതേ സെക്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മളൊക്കെ വാറണ്ട് ട്രയലിലും പ്രതിയുടെ ആബ്സെൻസ് ഇപ്പം പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേ സെക്ഷൻ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് കോടതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സമയത്ത് യൂസ്ഡ് ആവുന്ന ഒരു സെക്ഷനാണ് ഇത്. ക്രിമിനൽ സൈഡിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളുകൾ പണ്ട് 205 പ്രകാരമായിരുന്നു, 205 CRPC പ്രകാരം കൊടുക്കുന്ന പെറ്റീഷൻ ആയിരുന്നു. ഇപ്പം 228 BNSS പ്രകാരം മജിസ്ട്രേറ്റ് മൈ ഡിസ്പെൻസ് വിത്ത് പേഴ്സണൽ അറ്റൻഡൻസ് ഓഫ് അക്യൂസ്ഡ്. ഒരു മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഒരു പ്രതിയുടെ പേഴ്സണൽ അറ്റൻഡൻസ് ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ലോയർ ത്രൂ അപ്പയർ ചെയ്യാൻ പറ്റും. അതിനുള്ള അതോറിറ്റി 228 പ്രകാരം മജിസ്ട്രേറ്റിനുണ്ട്. അങ്ങനെ എക്സംഷനിൽ അപ്പയർ ചെയ്യാൻ, അതായത് ത്രൂ ലോയർ അപ്പയർ ചെയ്തിട്ട് കേസ് നടത്താൻ. പ്രതി നേരിട്ട് വരണം എന്നില്ല എല്ലാ കേസിലും. അത് ഈവൻ റയറസ്റ്റ് കേസിൽ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ എന്താ ചെയ്യുക വെച്ചാൽ ഒരു സമൻസ് വന്നു, പ്രതി വന്നു, ബെയിൽ എടുത്തു, അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുണ്ട്, പെർമിഷൻ വാങ്ങിച്ചു, അതിനുശേഷം ഒരു എക്സംഷൻ പെറ്റീഷൻ ഇട്ടു, എക്സംഷൻ വാങ്ങിച്ചു, അദ്ദേഹം ഗൾഫിൽ പോകും, കേസ് ഇവിടെ നടക്കും. ഇപ്പൊ ചില കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ട് വന്നതോടുകൂടി തന്നെ ഈ ഇത്തരം സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞതോടുകൂടി തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് 2 ജഡ്ജ്മെന്റ്സും ഉണ്ട്. വേണമെങ്കിൽ അപ്പിയർ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സംഷൻ കൊടുക്കാൻ പറ്റും. പ്രതി വരണമെന്നില്ല, വന്ന് ബെയിൽ എടുക്കണമെന്നില്ല, വരാതെ തന്നെ എക്സംഷൻ കൊടുത്തിട്ട് കേസ് നടത്താൻ പറ്റും എന്നൊരു പൊസിഷൻ ഇതിന്റെ അകത്ത് എന്തുണ്ട്, കേരള ഹൈക്കോടതിന് ചില ജഡ്ജ്മെന്റ്സ് റെഫർ ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്നത് പെറ്റി ഒഫൻസിലെ സമൻസസ് ആണ്. അതിൻ്റെ അകത്ത് ഇപ്പം പ്രധാനമായിട്ട് പെറ്റി ഒഫൻസിലെ സമൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പൊക്കെ ഫൈന് 1000 rupees ഫൈൻ ഉണ്ടായിരുന്ന കേസിൽ ആ ഫൈൻ അടയ്ക്കാനോ അല്ലെങ്കിൽ ഈവൻ തപാൽ 2 അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന സമൻസ് ആണ് പെറ്റി ഒഫൻസിൽ വരുന്ന സമൻസുകളിലൊന്ന്. അതായത് ഒന്ന് ഇപ്പം അതിൻ്റെ അകത്ത് ഫൈൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പം 5000 വരെയുള്ള ഫൈനുള്ള കേസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെറ്റി ഒഫൻസിൽ സമൻസ് അയക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒഫൻസിൽ വരുന്നത് എന്താ വെച്ചാൽ 3 months ഓർ ഫൈൻ ഓർ ബോത്ത് വരുന്ന കേസസിലും പെറ്റി ഒഫൻസിൽ സമൻസ് അയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു കേസ് ഐഡന്റിഫൈ ചെയ്യാൻ അതിൻ്റെ അകത്തുള്ള പണിഷ്മെന്റ് നമുക്കിപ്പോൾ ഫൈനായിട്ട് മാത്രം അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് വരികയാണ്, ഒരു ഒഫൻസ് ഉണ്ട്, അപ്പോൾ ഒഫൻസ് മൈനർ ഒഫൻസ് ആണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ മജിസ്ട്രേറ്റ് എടുത്ത് പോയിട്ട് ആബ്സെൻസിൽ പ്ലീഡിംഗ് ഗിൽറ്റി അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രസൻസ് തന്നെ പ്ലീഡിംഗ് ഗിൽറ്റി അടിക്കാൻ പറ്റുമോ നോക്കണ്ട. ഫസ്റ്റ് നോക്കുക അതിന്റെ പണിഷ്മെന്റ് നോക്കുക. ആ പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫൈൻ അടച്ച് ഒഴിവാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ടിൽ റേസിംഗ് എങ്കിലും ഉണ്ടാവും പ്രതിക്ക്. അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ് ഓർ ഫൈൻ അല്ലെങ്കിൽ ഓർ ബോത്ത് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഓർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മജിസ്ട്രേറ്റ് അമിക്കബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ അടച്ച് ഒഴിവാൻ പറ്റും. അപ്പൊ അത്തരത്തില് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പിന്നെ ഒഫൻസ് പണിഷബിൾ അപ് ടു 3 years ഓർ ഫൈൻ ഓർ ബോത്ത്, ഇത്തരം കേസുകളിൽ പറ്റും. അതുപോലെ തന്നെ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒഫൻസ് ഉള്ള കേസുകളിലും പറ്റും. ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ MV ആക്ട് പ്രകാരം വരുന്ന ഒഫൻസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പെറ്റി സമൻസ് അപ്ലിക്കബിൾ അല്ല. ആ കാര്യങ്ങളൂടെ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. പിന്നെ സാധാരണഗതിയിൽ സപ്ലൈ ഓഫ് കോപ്പീസ് ആണ്, അതായത് ട്രയലിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ആണ്. ഇപ്പം സപ്പോസ് നമ്മൾ ഇപ്പോൾ ഒരു കോടതിയിൽ അപ്പയർ ചെയ്തു, ഒരു പ്രതിക്ക് ഒരു സമൻസ് വന്നു, നമ്മൾ പ്രതിയുടെ ഭാഗത്ത്, നമ്മൾ ഇത്ര സമയം കംപ്ലൈന്റിന്റെ ഭാഗത്തായിരിക്കും, പ്രതിയുടെ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രതിക്ക് വേണ്ടി അപ്പയർ ചെയ്യാണ്. പ്രതി വന്നു, കോടതിയിലേക്ക് പ്രതി വന്നു,
പ്രതി വന്നു കഴിഞ്ഞാൽ പ്രതി ഹാജരായി, ഇപ്പം ബെയിൽ എടുക്കേണ്ട കേസാണ്, ബെയിൽ എടുത്തു. ബെയിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്സ് എന്ന് വെച്ചാൽ പ്രതിക്ക് കോപ്പീസ് കൊടുക്കണം. CD എന്ന് പറയും, കേസ് ഡയറി കൊടുക്കും. ആ കേസ് ഡയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോലീസ് റിപ്പോർട്ട് ഉണ്ടാവും, FIR ഉണ്ടാവും, അതുപോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കിട്ടിയ ഇപ്പം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ആണെങ്കിൽ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, മറ്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണോ പ്രോസിക്യൂഷൻ റിലേ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് അത് സെക്ഷൻ്റെ അകത്ത് ഓരോരോ ഹെഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഇതൊക്കെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ റീസെന്റ് ആഡഡ് ആണ്. ഇത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രതിക്ക് ഫർണിഷ് ചെയ്യണം വിത്തിൻ 40 days. അത് ഈ 40 days എന്ത് ചെയ്തതാണ്, പ്രതിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വക്കീലിനോ കൊടുക്കണം. ഈ 14 days എന്നുള്ളത് റീസെന്റ് ആക്ടിൽ ആഡ് ചെയ്തതാണ്. പഴയ ആക്ട് പ്രകാരം അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള നിലക്കാണ്, വിത്തൗട്ട് എനി ഡിലേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റീസെന്റ് ആക്ട് പ്രകാരം പ്രതി അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. മാത്രമല്ല ചെറിയൊരു വ്യത്യാസം റീസെന്റ് ഈ ആക്ടിന്റെ അകത്ത് വന്നിട്ടുള്ള എന്താ വെച്ചാൽ, മുമ്പൊക്കെ വിക്ടിം അപ്പിയർ ചെയ്ത് വിക്ടിമിന് കോപ്പി ഒന്നും കിട്ടില്ല, സർട്ടിഫൈഡ് കോപ്പി എടുക്കണം. ഇപ്പൊ റീസെന്റ് ഉള്ള ആക്ട് പ്രകാരം വിക്ടിം ത്രൂ കൗൺസിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ വിക്ടിമിനും ഇതേ കോപ്പി ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇത് റീസെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്യപ്പെട്ട സാധനമാണ്. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അവരൊന്നും പറയാത്തോണ്ട് മനസ്സിലാവുന്നില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പുതിയ ആക്ട് പ്രകാരം വന്നിട്ടുള്ള രണ്ട് വ്യത്യാസം, ഒന്ന് ഇതിൻ്റെ അകത്ത് 14 ദിവസം എന്നുള്ളതും, അതുപോലെ തന്നെ വിക്ടിമിന് കോപ്പി ത്രൂ ലോയർ അപ്പീൽ ചെയ്ത വിക്ടിമിന് കോപ്പി എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? പിന്നെ അതിനിപ്പം അതായത് സെക്ഷൻ 230 230 പോവുകയാണെങ്കിൽ കോർട്ട് ഓഫ് സെഷനിൽ വരുന്ന കേസിൻ്റെ അകത്ത് ഈ പോലീസ് റിപ്പോർട്ടിൽ അല്ലാതെ വന്ന കേസിൻ്റെ അകത്തും ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങൾ കൊടുക്കണം. അതിനുശേഷമേ, അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ജില്ലാ കോടതിക്ക് എന്തില്ല, 213 പ്രകാരം അതോറിറ്റി ഇല്ല എന്തിന്, ഒരു കംപ്ലൈന്റ് നേരിട്ട് സ്വീകരിക്കാൻ. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. സ്പെഷ്യൽ ലോ അല്ലെങ്കിൽ BNSSO പറയുന്ന സാഹചര്യങ്ങളിൽ എടുക്കാൻ പറ്റും. സ്പെഷ്യൽ ലോസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോക്സോ ആക്ട് എടുക്കാൻ പറ്റും, SCST ആക്ട് എടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇപ്പം NIA ആക്ട്, അതായത് ഏതാ മറ്റേ ഡൽഹി NIA അല്ലേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല, NIA ആക്ടിന്റെ ഫുൾ ഫോം ആർക്കറിയാവോ? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് പ്രകാരം അതിലെ കോടതി, സ്പെഷ്യൽ കോടതികൾക്ക് അതോറിറ്റി ഉണ്ട്. അതിൻ്റെ അകത്തും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈവൻ NIAക്ക് ഡയറക്റ്റ് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലോക്കൽ പോലീസിന്റെ വന്ന കേസ് അവര് സെൻട്രൽ ഗവൺമെന്റിന് പോയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ NIAക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില സ്പെഷ്യൽ ആക്ടുകൾ പ്രകാരം വരുന്ന കേസുകൾക്ക് പോക്സോ ആക്ട് തന്നെ എഴുതിയാൽ മതി. എക്സാമ്പിൾ ആയിട്ട് ഇത്തരം ആക്ടുകൾക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് എടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കോപ്പീസ്, ഇപ്പം 231 പറഞ്ഞത് ഡിഫോമേഷൻ കേസുകൾക്ക് പറ്റത്തില്ല. ഡിഫാമേഷൻ കേസുകൾക്ക് പറ്റും. അതാണ് സ്പെഷ്യലി പ്രൊവൈഡഡ് എന്ന് പറഞ്ഞത്. ഡിഫാമേഷൻ കേസുകൾക്ക് പറ്റും. അപ്പോൾ ഈ BNSS പ്രകാരം സ്പെഷ്യലി പ്രൊവൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങളും സ്പെഷ്യൽ ലോ ആണ് പറഞ്ഞത്, ഡിഫമേഷൻ കേസിലും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എങ്ങനെ പോകുന്നു വെച്ചാൽ, മജിസ്ട്രേറ്റിന്റെ അടുത്ത് അല്ലാത്ത കേസുകൾ, ഈ പറഞ്ഞ സ്പെഷ്യൽ ലോയിലോ അല്ലെങ്കിൽ ഡിഫമേഷനോ അല്ലെങ്കിൽ BNSSലോ സ്പെസിഫിക്കലായിട്ട് പറയാത്ത കേസുകൾക്ക് ട്രയൽ എങ്ങനെ പോകുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു ഒഫൻസ്, അതായത് അറ്റംപ്റ്റ് ടു മർഡർ വന്നു അല്ലെങ്കിൽ മർഡർ വന്നു, ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ ഈ കോപ്പി കംപ്ലൈന്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വരെ കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ആയിട്ട് മജിസ്ട്രേറ്റിൽ നടക്കും. അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു FIR ഇടും. ഒരു മർഡർ നടന്നു, FIR ഇട്ടു. ആ FIR ആദ്യം വരിക മജിസ്ട്രേറ്റിന്റെ അടുത്താണ്. മജിസ്ട്രേറ്റിന്റെ അടുത്ത് വന്നു, നമ്മൾ റെഗുലർ ബെയിലിന് അപ്ലൈ ചെയ്തു, ഡിസ്മിസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുകളിൽ ജില്ലാ കോടതിയിൽ പോകാൻ പറ്റും. ആ ഓർഡറിനെതിരെ ജില്ലാ കോടതി പോയി, ജില്ലാ കോടതിയിൽ നിന്ന് ബെയിൽ കിട്ടിയില്ല, നമുക്ക് ഹൈക്കോടതിയിലും പോകാൻ പറ്റും, സുപ്രീം കോടതിയിലും പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ല, നമ്മൾ പെൻഡിങ് ആയി നിന്നു, ഇനിയിപ്പം നമ്മളെ റിമാൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളെ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം നമുക്ക് കോപ്പി കിട്ടി. നമ്മളെന്ത് ഈ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഈ കേസ് സെഷൻസ് കോർട്ടിലേക്ക് കമ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് കമ്മിറ്റൽ പ്രൊസീഡിങ്സ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോപ്പികൾ സെർവ് ചെയ്യണം. ഇത്രയും കോപ്പികളൊക്കെ സെർവ് ചെയ്യേണ്ട ബാധ്യത, കാര്യങ്ങൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലാത്ത ഡയറക്റ്റ് കോക്കനൻസ് എടുക്കാത്ത കേസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഇത് കമ്മിറ്റ് ചെയ്യും, കോർട്ട് ഓഫ് സെഷൻസിലേക്ക് കമ്മിറ്റ് ചെയ്യും, ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. ക്ലിയർ? യെസ്.
പിന്നെ അതിൻ്റെ അകത്ത് 233 പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരേ കേസ്, ഇപ്പം ഒരു അടിപിടി ഉണ്ടായപ്പോൾ ഞാനൊരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ അകത്ത് പോലീസ് കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അപ്പോൾ എനിക്കത് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. പോലീസ് എൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഞാൻ പാരലായിട്ടൊരു കംപ്ലൈൻറ്റ് കേസ് കൊടുത്തു, കോടതി കൊടുത്തു, കംപ്ലൈൻറ്റ് കൊടുത്തു. അതിങ്ങനെ പ്രൊസീജിയറായിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടും പാരലായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കോടതി ഏതെടുക്കും? കോടതിക്ക് രണ്ടും കൺസിഡർ ചെയ്യാം. ഈ രണ്ടും പോലീസ് റിപ്പോർട്ട് പ്രകാരം വന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ കമ്മിറ്റ് ചെയ്യേണ്ട കേസാണെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഞാൻ കൊടുത്ത കേസിൻ്റെ അകത്ത് ഇപ്പോൾ പോലീസ് ഞാൻ കൊടുത്ത കേസിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വധശ്രമത്തിന് കേസ് എടുത്തില്ല, സിമ്പിൾ ഹേർട്ടിനോ അല്ലെങ്കിൽ ഹേർട്ട് വിത്ത് ഗ്രീവിയസ് വെപ്പണോ മാത്രമേ കേസ് എടുത്തുള്ളൂ. അപ്പോൾ എനിക്കത് പോരാൻ തോന്നി. ഞാൻ വധശ്രമത്തിന് കേസ് ഇട്ടിട്ട് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു. ക്ലബ്ബ് അന്നേരത്തെ കാത്തു നിൽക്കും. കോടതി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ റിപ്പോർട്ട് കാത്തു നിൽക്കും. ഇനിയിപ്പോൾ അത് ഫാൾസ് ആണെങ്കിലും അത് എടുത്ത് വെക്കും. ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇത് ഒരുമിച്ച് എന്ത് ചെയ്യും? ക്ലബ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യും സെഷൻസ് കോർട്ടിലേക്ക്. അപ്പം ഇത്തരത്തിൽ പാരലായിട്ട് കേസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് 233 പറഞ്ഞിട്ടുള്ളത്. പാരലായിട്ട് കൺസിഡർ ചെയ്യണം, രണ്ടും കൂടി ഒരുമിച്ച് എടുത്ത് വെച്ച് കൺസിഡർ ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് ഇപ്പോൾ ചാർജ് ഷീറ്റ് വരികയാണെങ്കിൽ രണ്ടും കൂടെ പോലീസ് റിപ്പോർട്ടുകൾ വന്നതായ രീതിയിൽ എടുത്തിട്ട് ട്രയൽ നടത്തണം. അതാണ് 233 പറഞ്ഞിട്ടുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യൽ സ്റ്റേജിലെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സെക്ഷൻ്റെ അകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചാർജിന്റെ മുകളിലേക്കാണ്. ചാർജ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ എക്സാമിന്റെ തലേദിവസം കൊണ്ടുവച്ചിട്ട് ചാർജിന്റെ മുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമ്മുടെ സമയം മുഴുവൻ അതിന്റെ മുകളിൽ പോകും. അതുകൊണ്ട് നമുക്ക് ട്രയലിലേക്ക് പോകാം. കുറച്ചുകൂടി പ്രാക്ടിക്കൽ വരുന്ന നിലയ്ക്ക് ഞാൻ ട്രയലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇവിടെ അറിഞ്ഞിട്ട് പോകാൻ വെച്ചിട്ടാണ്. ട്രയലിലേക്ക് പോകുന്നതല്ലേ നല്ലത്? ഓക്കെ, അപ്പൊ നമ്മള് ഒരു സംശയം അതിൻ്റെ അകത്ത് അറിയാവുന്നതാണെങ്കിൽ പറയാ ചോദിച്ചോളൂ. ഈ മജിസ്ട്രേറ്റ് കോർട്ടിന് ചാർജ് ഫ്രെയിം ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതായത് ഇപ്പം ഒരു കേസിൻ്റെ അകത്ത്, ഇപ്പൊ സപ്പോസ് ഒരു കേസിൻ്റെ അകത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പൊ ഒരു കേസ് വരികയാണ്. ഇപ്പം ഒരു ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രയൽ നടക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഓഫൻസ്, ഹയർ ഓഫൻസ് നിൽക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ആ കേസ് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്യണം. അതായത് ഇപ്പം സപ്പോസ് ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഒരു കേസും കൗണ്ടർ കേസാന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കേസ്, മെയിൻ കേസ് ഇപ്പോൾ ഒരു 308, പഴയ IPS എടുക്കാം നമുക്ക്, 308 അല്ലെങ്കിൽ 307, അത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കോടതിയിൽ. ആ സമയത്ത് അതിന്റെ കൗണ്ടർ കേസ്, അതായത് കൗണ്ടർ കേസ് എന്ന് പറയുന്ന സമയത്ത് കണക്റ്റഡ് കേസ് അല്ല, കൗണ്ടർ കേസ്, അതായത് സെയിം സമയത്ത് സെയിം സ്ഥലത്ത് വെച്ച് നടന്ന ഒരേ ഇൻസിഡന്റ് രണ്ട് ഭാഗങ്ങളായിരിക്കണം. സമയം വ്യത്യാസം ഉണ്ടാവരുത്, സ്ഥലം വ്യത്യാസം ഉണ്ടാവരുത്. കൗണ്ടർ കേസ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാണെന്ന് കരുതിക്കോ. അപ്പൊ ഈ രണ്ട് കേസുകളും ലോ പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് ലോ എന്തില്ല പറഞ്ഞിട്ടില്ല, പക്ഷെ ജഡ്ജ്മെന്റ് പ്രകാരം പറയുന്നത് ഒരു കേസും കൗണ്ടർ കേസും ടു ബി ട്രൈഡ് ബൈ സെയിം ജഡ്ജാണ്. എന്നിട്ട് രണ്ടിന്റെ എവിഡൻസ് എടുത്തിട്ട് ഡിസ്പോസ് ടുഗദർ ആണ്, ഒരുമിച്ച്. രണ്ടിന്റെ എവിഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യരുത്, പക്ഷെ മൈൻഡിൽ വെക്കാം. എന്നിട്ട് ഒരു കേസ് ഡിസ്പോസ് ചെയ്ത് അടുത്ത കേസ് ഡിസ്പോസ് ചെയ്ത് ഒരുമിച്ച് ഡിസ്പോസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? അത് സെഷൻസ് കോടതിയിലേക്ക്, ഈവൺ ദ ഒഫൻസ് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ട്രൈബിൾ ബൈ സെഷൻസ് ജഡ്ജ് ആണെങ്കിലും അത്തരം കേസുകളും കോടതി എന്ത് ചെയ്യണം? ആ കൺസേൺ സെഷൻസ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, അത് മേലെ കോടതിക്ക് മാത്രമേ അതോറിറ്റി ഉള്ളൂ. അത് മേലേക്ക് കമ്മിറ്റി അവിടെ ചാർജ് ഫ്രെയിം ചെയ്യും, അവിടെ ഹിയറിംഗ് ഓൺ ചാർജ് കേൾക്കാം. ഇനിയിപ്പോൾ ഈ കോടതി അവിടത്തേക്ക് അയച്ചു, അവിടെ ഹിയറിംഗ് ഓൺ ചാർജ് കേട്ടു, അപ്പോൾ കോടതിക്ക് തോന്നുകയാണ് ഈ ഓഫൻസ് നിൽക്കില്ല, അത് വീണ്ടും താഴത്തേക്ക് തന്നെ അയക്കും. സപ്പോസ് ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു കേസിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പം കുറച്ച് കാര്യങ്ങൾ വന്ന സമയത്ത് ഒരു വലിയ ഒഫൻസിന് ഇൻഗ്രീഡിയൻസ് നിൽക്കും. ആ ഒഫൻസ് എക്സ്ക്ലൂസീവ്ലി ട്രൈബിൾ ബൈ സെഷൻസ് ജഡ്ജ് ആണെങ്കിൽ മജിസ്ട്രേറ്റ് ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് CJM അയച്ചു, CJM സാങ്ഷൻ കിട്ടിയിട്ട് ജില്ലാ കോർട്ടിലേക്ക് അയച്ചു. അവിടെ എത്തിയിട്ട് ഇപ്പം ഹിയറിംഗ് ഓൺ ചാർജിന്റെ ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രയൽ എടുക്കുകയാണെങ്കിൽ സെഷൻസ് ട്രയൽ വേറെയാണ്, മജിസ്ട്രേറ്റ് ട്രയൽ വേറെയാണ്. മജിസ്ട്രേറ്റ് തന്നെ സമൻസ് ട്രയലും വാറന്റ് ട്രയലും നമുക്ക് മാറ്റി എഴുതാം, അതുപോലെ തന്നെ പെറ്റി ഒഫൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ സെഷൻസ് കോടതിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഹിയറിംഗ് ഓൺ ചാർജ് കിട്ടും, വാറന്റ് ഒഫൻസിലൊക്കെ കിട്ടും, ഹിയറിംഗ് ഓൺ ചാർജ് കിട്ടും. വാറന്റ് ട്രയലിൽ ഹിയറിംഗ് ഓൺ ചാർജ് കിട്ടും. ഹിയറിംഗ് ഓൺ ചാർജിൽ ഈ ഒരു കേസ് നിൽക്കില്ല എന്നിപ്പം കോടതിക്ക് ബോധ്യപ്പെട്ട ആ കേസ് വീണ്ടും താഴത്തേക്ക് തന്നെ വരും. മജിസ്ട്രേറ്റ് ഒഫൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലക്കാണെങ്കിൽ താഴത്തേക്ക് വരും. പിന്നെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഉള്ള ഒഫൻസ് വെച്ചിട്ട് കേസ് ട്രയൽ നടത്തണം. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. സർ, ഈ കമ്മിറ്റൽ എന്ന് പറയുന്നത് പൊതുവെ ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ? അതിന്റെ ഫണ്ടമെന്റൽ അതല്ലേ? അല്ല, കമ്മിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ജില്ലാ കോടതിയിലേക്ക് ഈ സ്പെഷ്യൽ ലോസ് ഇല്ലാന്ന് കരുതും. നിങ്ങൾ സ്പെഷ്യൽ ലോസിന് മറക്ക്. ഈ ജില്ലാ കോടതിയിലേക്ക് പോകേണ്ട ഒരു കേസ്, പക്ഷെ ജില്ലാ ജഡ്ജിന് എന്തില്ല? കോഗ്നിസൻസ് എടുക്കാനുള്ള അതോറിറ്റി ഇല്ല. അപ്പൊ അതിന്റെ ഇനിഷ്യൽ പ്രൊസീജിയർ ആണ് കമ്മിറ്റൽ പ്രൊസീജിയർ.
ഒരു കേസിന്റെ ഇനിഷ്യൽ ഗ്രൗണ്ടുകൾ ഇപ്പം ഒരു പ്രതിക്ക് ഇപ്പൊ ചാർജ് ഷീറ്റ് വന്നു, പ്രതിക്ക് സമൻസ് അയച്ചു, പ്രതി വന്ന് ബെയിൽ എടുത്തു, അതിനുശേഷം കോപ്പീസ് സെർവ് ചെയ്തു. പ്രതിക്ക് കോപ്പീസ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം സെർവ്ഡ് ആയി കഴിഞ്ഞാൽ ഈ സാധനം പിന്നീട് നേരിട്ട് എന്ത് ചെയ്യാണ്, ജില്ലാ കോർട്ടിലേക്ക് അയക്കുകയാണ്. ബാക്കി പ്രൊസീഡിംഗ് ജില്ലാ കോടതിയിലാണ്. അത് മജിസ്ട്രേറ്റ് കോർട്ടിന് വേറെ അതിനുള്ള ഇന്റർ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ? അല്ല മജിസ്ട്രേറ്റ് കോടതിന് ആ ഒഫൻസ് ട്രൈ ചെയ്യാൻ പറ്റില്ല. സെഷൻസ് ഒഫൻസ് ആകുന്ന സമയത്ത് മജിസ്ട്രേറ്റ് കോടതിന് ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതോറിറ്റി ഇല്ലാത്തതുകൊണ്ട് ജൂറിസ്ഡിക്ഷൻ അല്ല അതോറിറ്റി. ജൂറിസ്ഡിക്ഷൻ അല്ല. അത് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു മജിസ്ട്രേറ്റിന്റെ കീഴിൽ ഇപ്പോൾ 4 പോലീസ് സ്റ്റേഷൻ വരുന്നത് കരുതുക. ഇപ്പൊ നിങ്ങളെ ലോ കോളേജിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചേവായൂർ JFCM 1 വരുന്നത്. ചേവായൂർ നടക്കണ ഒരു ഒഫൻസ് നടന്നു. അതിൻ്റെ അകത്ത് 2 ഒഫൻസ് എടുത്തു. അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 2 കണക്റ്റഡ് ഒഫൻസ് വന്നു. ലോ കോളേജിൽ കയറി അടിച്ചു, ഒരു പയ്യന്റെ തല പൊട്ടി, 308 എടുത്തു, പഴയതെന്ന് കരുതാം. അല്ലെങ്കിൽ BNS പ്രകാരം അറ്റംപ്റ്റ് ടു മർഡർ എടുത്തു. ആ ഒഫൻസ് സാധാരണഗതിയിൽ കമ്മിറ്റൽ പ്രൊസീഡിംഗ് കഴിഞ്ഞ് ജില്ലാ കോടതിയിലേക്ക് പോകും. അവിടുന്ന് ട്രയൽ നടത്തും. സബ്സീക്വന്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡന്റിൽ ഇത് നടന്നില്ല. ഇപ്പൊ ഒരു 115(2) വന്നു, കൂടെ ഒരു എന്താ പറയാ, ഒരു റീസ്റ്റൈൻമെന്റ് വന്നു. ഇതാണ് ഒഫൻസ് എങ്കിൽ അത് മജിസ്ട്രേറ്റിൽ നടക്കും. അപ്പൊ ഇത് ജൂറിസ്ഡിക്ഷൻ സെയിം ആണ് രണ്ടിന്റെയും, പക്ഷെ അതോറിറ്റി ഇല്ല. എക്സ്ക്ലൂസീവ് ട്രൈബൽ ബൈ സെഷൻ ജഡ്ജ് ആണ് മറ്റേ ഒഫൻസ്. അപ്പൊ അത് മേലേക്ക് കമ്മിറ്റ് ചെയ്യപ്പെടും. മജിസ്ട്രേറ്റിന് ട്രൈബൽ ആയിട്ടുള്ള ഒഫൻസ് മജിസ്ട്രേറ്റ് നടത്തും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ വെച്ചാൽ എനിക്കൊരു സംശയം. നമ്മളിപ്പോ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ടെറിട്ടറി ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ പെക്യൂനിയറി, അതുപോലെ തന്നെ ആ ട്രയൽ ചെയ്യാൻ പറ്റുന്ന അധികാരത്തിന് നമ്മൾ ജൂറിസ്ഡിക്ഷൻ അല്ലേ പറയാ, അതിന് അതോറിറ്റി എന്നാണോ പറയാ? നിങ്ങൾ പറഞ്ഞ ടെക്നിക്കൽ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വരാം. പക്ഷെ ജൂറിസ്ഡിക്ഷൻ എന്നുള്ള മീനിങ്ങിൽ വരണ സമയത്ത് ഇപ്പം ശരി, നിങ്ങൾ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. എക്സ്ക്ലൂസീവ് ട്രൈബൽ ബൈ സെഷൻസ് കോർട്ട് എന്ന് പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷൻ ആയിട്ട് കണക്കാക്കാം. അത് സെഷൻ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ആണ്. മജിസ്ട്രേറ്റ് കോർട്ടിന് ആ കേസ് എടുക്കാൻ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നോ അതോ അതോറിറ്റി ഇല്ല എന്നാണോ പറയാ? അതോറിറ്റി ഇല്ല എന്നാണ് ശരിക്കും പറയേണ്ടത്. ക്ലിയർ? ഓക്കെ. കാര്യം മജിസ്ട്രേറ്റിന് ഓൺലി അല്ലേ കോഗ്നൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ട്രൈ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല എന്നാണ് ലീഗലി അത് പറയാ. ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയില്ല. ഏത് കേസും മജിസ്ട്രേറ്റ് ആണ് കോഗ്നിസൻസ് അല്ലെങ്കിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ മജിസ്ട്രേറ്റ് ആണ് പരിഗണിക്കുന്നത്. അതായത് സ്പെഷ്യൽ ആക്ട് പ്രകാരം പറയാത്ത കേസിൽ, ഇപ്പൊ പോക്സോ കേസിൽ മജിസ്ട്രേറ്റിന് അതോറിറ്റി ഇല്ല, നേരിട്ട് അവിടേക്കാണ് പോവുക. അല്ലാത്ത കേസുകൾക്കൊക്കെ കോഗ്നൈസ് എടുക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞോളൂ. ഈ കേസിന്റെ അകത്ത് ട്രയൽ വരുന്ന സമയത്ത് അത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് വഴി എന്ത് ചെയ്യണം, സെഷൻസ് കോർട്ടിലേക്ക് എത്തണം. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ ഇനി നമുക്കപ്പോ ട്രയലിലേക്ക് പോവാം. ട്രയൽ നമുക്കിപ്പോ സെഷൻസ് ട്രയൽ ഉണ്ട്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലും ട്രയൽ ഉണ്ട്. സെഷൻസ് ട്രയലിന്റെ പ്രൊസീജിയർ എന്താ, ചിലപ്പോൾ ഈ കമ്മിറ്റി തന്ന സാധനങ്ങൾ എടുത്തു. ഞാൻ ഇനി സെക്ഷനിലേക്ക് പോകില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. എൻ്റെ ടൈമും കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് ടൈം പോയല്ലോ. സെഷൻസ് ട്രയലിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു കേസ് വന്നു, പ്രതി അപ്പിയർ ചെയ്തു. അതിനുശേഷം സാധാ പ്രൊസീജിയർ എടുത്തു. ഇപ്പം സാധാരണ നമുക്ക് ബെയിൽ കണ്ടിന്യൂഷൻ കൊടുക്കാം, അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണില്ല, ബുക്കിൻ്റെ അകത്ത് കാണില്ല. അല്ലെങ്കിൽ വീണ്ടും അവിടെ നിന്നോട് ബെയിൽ എടുത്തു, പ്രതിയായി, പ്രതി വന്നു. അതിനുശേഷം അടുത്ത പ്രൊസീജിയർ ഹിയറിംഗ് ഓൺ ചാർജ് ആണ്. നമുക്ക് ചാർജിന്റെ മുകളിൽ ആർഗ്യൂ ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കേസിന്റെ അകത്ത് ഇപ്പൊ ഈ സെക്ഷൻ പ്രകാരം പറയുന്നത് പ്രോസിക്യൂട്ടർ ആണ് ഫസ്റ്റ്. സെക്ഷൻ 242 ട്രയൽ ടു ബി കണ്ടക്ടഡ് ബൈ പ്രോസിക്യൂട്ടർ. ജനറൽ റൂൾ ആണ്, പ്രോസിക്യൂട്ടർ ഉണ്ടാവണം ഒരു സൈഡിൽ. പിന്നെ ഓപ്പണിംഗ് ഓഫ് കേസ് ഓഫ് പ്രോസിക്യൂഷൻ, പിന്നെ ഡിസ്ചാർജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചാർജിന്റെ മുകളിൽ നമുക്ക് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റും. ചാർജിന്റെ മുകളിൽ നമ്മളെ ഭാഗം കേട്ടു, നമുക്കെതിരെ ഒഫൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു വലിയ കുറെ ഒഫൻസ് ആയിട്ട് നമ്മൾ പോകുന്നത്. ആ ഒഫൻസിൽ ഇന്നൊന്നും ഒഫൻസ് നമുക്കെതിരെ നിൽക്കില്ല. ചാർജിന് മുകളിൽ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഈവൺ ഇഫ് ദ എൻറ്റയർ പ്രോസിക്യൂഷൻ കേസ് ഈസ് അഡ്മിറ്റഡ്, ഇന്നൊന്നും ഒഫൻസുകൾ നിൽക്കില്ല. സച്ച് ആൻഡ് സച്ച് ഒഫൻസ് വിൽ നോട്ട് ബി അട്രാക്റ്റഡ്. അപ്പൊ ഇയാൾക്കെതിരെ ഇന്ന ചാർജുകൾ നിൽക്കില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ ആ ചാർജ് ഒഴിവാക്കിയിട്ട് ബാക്കി ചാർജ് നിൽക്കും നോക്കും. അപ്പൊ അത് സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ ആ ചാർജ് ഫ്രെയിം ചെയ്ത് കേസ് നടത്തും. ഇനിയിപ്പം ഈ ചാർജുകൾ ഒന്നും നിൽക്കുന്നെങ്കിൽ ഹി വിൽ ബി ഡിസ്ചാർജ്. സെക്ഷൻ 250 പ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ഇനിയിപ്പോൾ അതല്ല, ഈ ഒഫൻസ് ഇപ്പം നമ്മൾ ചാർജിൽ ആർഗ്യൂ ചെയ്തു, സെഷൻസ് ഒഫൻസ് പോയി, ബാക്കി ഒഫൻസേ വരുന്നുള്ളൂ, ഈ കേസ് താഴത്തേക്ക് തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ മെയ്ഡ് ഓവർ ചെയ്യും. മെയ്ഡ് ഓവർ ചെയ്തിട്ട് അവിടെ താഴത്തെ മജിസ്ട്രേറ്റ് ആണോ ആ മജിസ്ട്രേറ്റ് ആണ് പിന്നീട് ഈ കേസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, ചാർജ് ആർഗ്യൂ ചെയ്തു, പക്ഷെ നമുക്ക്
നമുക്കെതിരെ ചാർജ് സ്ട്രോങ് ആണ്, അത് സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ട്, നമുക്കെതിരെ ചാർജ് നിൽക്കും എങ്കിൽ അടുത്ത പ്രൊസീജിയർ ആണ് ഫ്രെയിമിംഗ് ചാർജ്. ക്ലിയർ ആയോ? അപ്പൊ ഫ്രെയിമിംഗ് ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തന്നെ ഇപ്പൊ ഫ്രെയിമിംഗ് ചാർജിന്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രതിക്കെതിരെ ഇപ്പം പോലീസ് ഒരു ചാർജ് കൊടുക്കും, ആ ചാർജ് അല്ല കോടതിയിലുള്ള ചാർജ് വ്യത്യാസം ഉണ്ടാവും. ആ ചാർജിന്റെ അകത്ത് നേരത്തെ നിങ്ങൾ ചാർജിന്റെ കണ്ടന്റ് വായിക്കുന്നത് മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ഒക്കറൻസ് വേണം, ഒഫൻസിന്റെ ഡീറ്റെയിൽസ് വേണം, ഇത്തരം സാധനങ്ങളൊക്കെ വേണം. അത് കോടതിയുടെ ഭാഷയിലായിരിക്കണം. എന്നിട്ട് പ്രതിയോട് കുറ്റം ചെയ്തിട്ടോ ചോദിക്കും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ആ സമയത്ത് ചാർജ് ചോദിക്കുന്ന സമയത്ത് പ്ലീഡിങ് ഗിൽറ്റി ചെയ്യാം. ശരി, ഞാൻ കുറ്റം സമ്മതിക്കുന്നു. അപ്പോൾ ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മുകളിൽ അദ്ദേഹത്തിനുള്ള പണിഷ്മെന്റ് ആ സമയത്ത് തന്നെ കൊടുക്കും. ആ കേസ് അവിടെ തീർന്നു. അദ്ദേഹം ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്നില്ല. ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഓപ്ഷൻ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം, പ്രോസിക്യൂഷൻ ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ള ഒഫൻസുകൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ എവിഡൻസിന് ഒരു ഡേറ്റ് കൊടുക്കും. അതാണ് 253. 252 പ്രകാരം കുറ്റപത്രം വായിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്ലീഡിങ് ഗിൽറ്റി, ആ കേസ് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇദ്ദേഹം ഡിനൈ ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്സ് പ്രോസിക്യൂഷൻ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിനെതിരെ എവിഡൻസ് അഡ്യൂസ് ചെയ്യണം. ആ എവിഡൻസ് അഡ്യൂസ് ചെയ്യാനുള്ള ടൈം കൊടുക്കും. ആ എവിഡൻസ് അഡ്യൂസ് ചെയ്യാനുള്ള ടൈം കൊടുത്താൽ പിന്നെ അടുത്ത പോസ്റ്റിംഗിലേക്ക് ആരൊക്കെയാണോ സാക്ഷികൾ അവർക്ക് സമൻസ് അയക്കും, പ്രോസിക്യൂഷന്റെ എവിഡൻസ് നടക്കും. അതിൽ നമുക്കൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രതിയുടെ ഭാഗത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ വിറ്റ്നസിന്റെ എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ ഡിസ്പെൻസ് ചെയ്യാം. അതായത് എല്ലാവരും ഒരുമിച്ച് വിസ്തരിക്കുമെന്ന് പറയാം, 1 by 1 ആയിട്ട് വിസ്തരിക്കാം. ആ ഡിസ്ക്രിപ്ഷനാണ്. ഒരു വിറ്റ്നസിന്റെ വന്നു, വിറ്റ്നസ് കോടതിയിൽ ഹാജരായി, ഫസ്റ്റ് പ്രൊസീജിയർ ചീഫ് എക്സാമിനേഷൻ ആണ്. പ്രോസിക്യൂട്ടർ ചീഫ് എക്സാമിനേഷൻ എടുത്തു, പ്രതിയുടെ ഭാഗം ക്രോസ് ചെയ്തു, ആ പ്രോസിക്യൂഷൻ എവിഡൻസ് അവിടെ എൻഡ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ അതിനുശേഷം സാധാരണഗതിയിൽ നമുക്കിപ്പം കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ 255 ഒരു ഈ പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ഹിയറിംഗിന് സാധ്യത ഉണ്ട്. ഇതിനിടയിൽ തന്നെ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, പ്രാക്ടിക്കലാണ് വരുന്നത്. ഈ പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിംഗ് 313 ക്വസ്റ്റ്യനിങ് ആണ്. ഞാൻ പ്രൊസീജിയർ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. ഈ ഒരു ഡൗട്ട്, എവിഡൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോ കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത്, നമ്മള് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന കംപ്ലൈന്റ് ലാംഗ്വേജ് ഓഫ് ദി കോർട്ടിൽ വേണോ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി തോന്നുന്ന മാതിരി എഴുതിയാൽ മതിയോ? മാൻഡേറ്ററി അല്ല. അതായത് നിങ്ങൾ പറയുന്ന സ്ഥാനത്തിൽ ഒരു ഒഫൻസ് ബ്രോട്ട് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് കോടതിയിൽ, നിങ്ങൾക്ക് പ്രതിനെ അറിയില്ല. നിങ്ങളിപ്പോ ഒരു പരാതി കൊടുത്തു, പ്രതിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ അകത്ത് എന്താ വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കോടതിക്ക് എടുക്കാം. അതിനൊരു സ്പെസിഫിക് ഫോർമാറ്റ് ഇങ്ങനെ എഴുതണം എവിടെയും പറഞ്ഞിട്ടില്ല. കംപ്ലൈന്റ് ഒരു ഒഫൻസ് ബ്രോട്ട് ഔട്ട് ചെയ്യണം, അഗ്രീഡ് പേഴ്സൺ ഉണ്ടാവണം, ഒഫൻസ് ബ്രോട്ട് ഔട്ട് ചെയ്യണം. അത് കോടതിയുടെ ഭാഷയിൽ വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മതി, പ്രോപ്പർ ഇൻഫർമേഷൻ ആയിരിക്കണം. കോടതിക്ക് സുഖമോട്ട് എടുക്കാമല്ലോ. ഇനി ഇപ്പൊ റൈറ്റിംഗ് ആയിട്ട് കൊടുക്കേണ്ട സാധനമാണെങ്കിൽ എഴുതി തരാൻ വേണ്ടി കോടതി റിട്ടേൺ ആയിട്ട് തരണം. അത് ഇന്ന ഭാഷയിൽ ഇന്ന ഫോർമാറ്റിൽ ഇങ്ങനെ തരണമെന്നില്ല. ക്ലിയർ? ഓക്കെ സർ. ഓക്കെ. പക്ഷെ ജഡ്ജ്മെന്റ് അതായത് ഇതൊക്കെ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. നമ്മളിപ്പോ ഒരു ഫാക്ട് പ്രൂവ്ഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മളൊരു വസ്തുത പ്രൂവ്ഡ് ആണെന്ന് പറയുന്നത് വെൻ ദ പേഴ്സൺ സിറ്റിംഗ് ദർ, ഒരു ജഡ്ജിന് ഹി പ്രിസ്യൂംസ് ദാറ്റ്, അദ്ദേഹത്തിന് തോന്നലുണ്ടാവുകയാണ് ദാറ്റ് എ തിങ് ഈസ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ഇറ്റ് എക്സിസ്റ്റ് എന്നുള്ള ഫീലിംഗ് ആണ് പ്രൂഫ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഒരു ഫാക്ടിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് ജഡ്ജിന് ഉണ്ടാവുന്ന തോന്നലാണ് പ്രൂഫ്. സോ ഈ പറഞ്ഞ സാധനമൊക്കെ അമിക്കബിൾ ആണ്. ഇതൊന്നും ഒരു സ്ട്രിക്റ്റ് സെൻസിൽ ഇങ്ങനെ തന്നെ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ ലോ എന്ന് പറഞ്ഞാൽ ഈവൺ ഇതിനേക്കാൾ ഏറ്റവും മേലെ പറയുന്നത് നമ്മളെ ഒരു എന്താ പറയുക, സൂപ്പർ കോമൺ സെൻസ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അപ്പൊ ഇതിനൊന്നും ടെക്നിക്കൽ സൈഡ്, ഇപ്പം VR കൃഷ്ണയ്യർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ലോ ലൂബ്രിക്കന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ടൈറ്റ് ആക്കി വെക്കാൻ പാടില്ല. അത് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം, ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു സ്ട്രിക്റ്റ് സെൻസിൽ ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ ചെയ്താലേ കാര്യം നടക്കുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്, റിലീഫാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ലോ സ്റ്റുഡൻസ് ആണ്, അപ്കമിങ് ജഡ്ജസ് ആവാം, ലോയേഴ്സ് ആവാം, ഗ്രേറ്റ് ലോയേഴ്സ് ആവാം. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ലോയിനെ ഇപ്പം സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു വെക്കരുത്. ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് ഇപ്പം നമ്മളിപ്പോ ജനറൽ റൂൾ ഓഫ് ബെയിൽ എന്താ,
bail is the law and എന്താ ജയിൽ ഈസ് ആൻ എക്സംഷൻ. ഇതാണ് ബേസിക് റൂൾ ഓഫ് ലോ. പക്ഷെ ജഡ്ജസ് എന്ത് ചെയ്യും? ഞാൻ എന്തിനും റിസ്ക് എടുക്കണം എന്നുള്ള ഫീൽ എടുക്കും. ഈവൺ ഒരാൾക്കൊരു ഒരു കൃത്യമായിട്ടുള്ള മെറിറ്റിൽ ഒരു കേസ് ഉണ്ടാവും, ബെയിൽ ചിലപ്പോൾ മെറിറ്റിൽ ആർക്കും ബെയിൽ കൊടുക്കാറില്ല, ആ ഒരു ഡേറ്റ് ആവുന്നവരെ കാത്തു നിൽക്കും. ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ വരുന്ന ലോയേഴ്സ് ആണ്, നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം ഒരു മജിസ്ട്രേറ്റ് സ്ട്രിക്ട് സെൻസ് പറയാണ് അത് എഴുതിയിട്ട് ഇന്ന ഫോർമാറ്റിൽ എഴുതി തരണമെന്ന് ആ ഫോർമാറ്റിൽ എഴുതി കൊടുക്കണം. ആ ഫോർമാറ്റിൽ വേണം നിർബന്ധമൊന്നുമില്ല, കണ്ടന്റ് ഉണ്ടായാൽ മതി. നമുക്ക് എന്താണോ വേണ്ട അതിന്റെ കണ്ടന്റ് അതിലുണ്ടാവും. ഇപ്പൊ ഒരു ജയിലിൽ നിന്ന് ഇപ്പൊ ഒരു കത്ത് വന്നു, ഒരു ലെറ്റർ വന്നു, അല്ലെങ്കിൽ ഈവൺ ഇപ്പോ ഒരു പ്രതിയെ പോലീസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റി അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പോലീസിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയണ, എനിക്ക് ഇന്ന പരാതി ഉണ്ട്, ഇന്ന സ്ഥലത്ത് അടിച്ചു, ഇന്ന സ്ഥലത്ത് മർദ്ദിച്ചു, ഇന്ന സ്ഥലത്ത് പരിക്കുണ്ട്, ആ പരിക്ക് ജഡ്ജിന് കാണിച്ചു കൊടുത്തു. ജഡ്ജ് സ്പോട്ടിൽ ഡോക്ടറോട് വീണ്ടും ട്രീറ്റ് ചെയ്യാൻ എഴുതി, ആ പരിക്കുകൾ വന്നു. ഈ പ്രതി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മതി മറ്റയാൾക്കെതിരെ കംപ്ലൈന്റ് ആയിട്ട് എടുത്തിട്ട് CMB രജിസ്റ്റർ ചെയ്തിട്ട് കോടതിക്ക് പ്രൊസീഡ് ചെയ്യാൻ ഇദ്ദേഹം കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് മതി. അപ്പൊ നമുക്ക് ഇതൊരു ഫോർമാറ്റിൽ വേണമെന്ന് പറയാൻ പറ്റുമോ? ഹലോ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടന്റ് ഉണ്ടാവണം. ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കണ്ടന്റ് ഉണ്ടാവണം. ഇനിയിപ്പോ അത് ആരാന്നറിയില്ല, നമുക്കിപ്പോ അൺനോൺ പേഴ്സൺ ആണെങ്കിലും നമുക്ക് സ്വകാര്യ അന്യായം നിൽക്കും. അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കോടതിക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം കേസുകളിൽ ഇൻവെസ്റ്റിഗേഷനേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും സെഷൻസ് ഓഫൻസ് ആണെങ്കിലോ? ഡിപ്പെൻസ് ആണ്. ഇപ്പൊ മജിസ്ട്രേറ്റിന് തോന്നുകയാണ് അത് അയക്കണം എന്ന് തോന്നുകയാണ് അയക്കും, അതല്ല മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ വെക്കും. ചിലപ്പോൾ തിരിച്ചു തരും, എടുക്കില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു തരും. അത് ഡിപ്പെൻസ് ആണ്. ആ മജിസ്ട്രേറ്റിന് എന്താണോ ആ സമയത്ത് യുക്തമായിട്ട് തോന്നി ചെയ്യും. സ്പെസിഫിക് ലോ നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും വരാം. എന്താ നമ്മളിപ്പോ സെഷൻ സ്റ്റൈലായിരുന്നു ഉണ്ടായിരുന്നു, അതിന് എങ്ങോട്ടൊക്കെയോ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചാൽ പ്രോസിക്യൂഷൻ എവിഡൻസ് വന്നു, നമ്മൾ തിരിച്ചു വരികയാണ്. 254 വന്നത് സെക്ഷൻ. പ്രോസിക്യൂഷന്റെ എവിഡൻസിലേക്ക് വന്നു. എവിഡൻസ് കഴിഞ്ഞു. എവിഡൻസ് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൻ്റെ അകത്ത് ആ സെക്ഷൻ കാണില്ല, പക്ഷെ ബാക്കി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 313 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 313 എന്ന് പറഞ്ഞാൽ ഈ 313 ക്ലോസ് 5ന്റെ അകത്താണ് CRPCയിൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. സാധാരണ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് CPCയിലാണ്, പക്ഷെ CRPCയിൽ പറയുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അക്യൂസ്ഡ് ക്യാൻ ഫയൽ എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിംഗ് 313 ക്വസ്റ്റ്യനിങ് ആണ്. കോടതിയിൽ സാധാരണ നിങ്ങൾ കോർട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞാൽ 313 കോടതി ഡയറക്റ്റ് പ്രതിയോട് കാര്യങ്ങൾ ചോദിക്കും. അതിന്റെ പർപ്പസ് ഇതാണ്, എന്തൊക്കെയാണോ പ്രതിക്കെതിരെ കോടതിയിൽ വന്ന എവിഡൻസ് എന്ന് പ്രതിക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയുള്ള പർപ്പസ് ആണ് അത്. ഒന്നാം സാക്ഷി ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ കുറിച്ച് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടതെന്ന് കോടതി ചോദിക്കും. ഓരോ സാക്ഷി പറഞ്ഞ് മൊഴി വെച്ചിട്ട് ചീഫിന്റെ അകത്തുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് ചോദിക്കും. അതിന് മറുപടി നോർമലി നമ്മൾ നിഷേധിക്കുകയാണ്, ഡിനൈ ചെയ്യാണ്, അറിയില്ല, ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിയാണ് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കേസ് അഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ മറ്റേ ഇവിടുത്തെ കേസ് കാസർഗോഡ് ഉണ്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, മറ്റേ മൗലവി മർഡർ കേസ്. മൗലവി മർഡർ കേസിൽ ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചിരുന്നു. എനിക്ക് അതിൻ്റെ അകത്ത് 313 സ്റ്റേറ്റ്മെന്റ് ക്രൂഷ്യലായി മാറിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചില കേസുകളിൽ നമുക്ക് ഈ 313 സ്റ്റേറ്റ്മെന്റ് ക്രൂഷ്യൽ ആവും. ഞാൻ നടത്തുന്ന എല്ലാ കേസുകളും ഞാൻ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാറുണ്ട്. കാരണം അത് ഈ 313 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ദോഷമില്ല. 313 സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും എന്തല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം അഡ്മിറ്റ് ചെയ്താൽ പോലും ദാറ്റ് വിൽ നോട്ട് ബി ടേക്കൺ അഗെയിൻസ്റ്റ് അക്യൂസ്ഡ്. നമ്മളിപ്പോൾ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തു സ്റ്റേറ്റ്മെന്റിൽ, അത് എവിഡൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് കോടതിക്ക് പ്രതിക്കെതിരെ എടുക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ സെഷൻസ് ഓഫൻസ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പണ്ടത്തെ CRPC ആണെങ്കിൽ 232 പ്രകാരം ഹിയറിംഗിന് ഓപ്ഷൻ ഉണ്ട്. പുതുതാണെങ്കിൽ 255 പ്രകാരം BNS പ്രകാരം ഹിയറിംഗിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹിയറിംഗ് ആയിട്ട് തന്നെ കോടതി പോസ്റ്റ് ചെയ്യും. ആ ഹിയറിംഗിന് ശേഷം നമ്മൾ ഡിഫൻസിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞിട്ട് പ്രോസിക്യൂഷൻ എവിഡൻസിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, പ്രൊസീഡ് ചെയ്യാൻ കാര്യങ്ങളില്ലാന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അക്വിറ്റൽ കിട്ടും. അതിനിപ്പോൾ ഒരു ഇൻസ്റ്റന്റ് കേസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അബ്കാരി ഓഫൻസ് വരികയാണ്. അബ്കാരി ഓഫൻസിൽ വരുന്ന സമയത്ത് കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് പ്രകാരം അല്ലെങ്കിൽ വേറെ ജഡ്ജ്മെന്റ് പ്രകാരം ഈ പറഞ്ഞ കേസുകളൊന്നും നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഈ 255 പ്രകാരം അക്വിറ്റൽ കിട്ടും. പ്രോസിക്യൂഷൻ ഓഫൻസ് ഈ കാര്യങ്ങൾ കൊണ്ട് നിൽക്കില്ല എന്നുള്ള സാഹചര്യം, ഈ എവിഡൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ ഓഫൻസ് നിൽക്കാത്ത അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് ഈ 255 പ്രകാരം നമുക്ക് അക്വിറ്റൽ കിട്ടും.
ആ ആക്വിറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ എൻ്റർ അപ്പോൺ ഡിഫൻസ്. നമുക്ക് ഡിഫൻസ് ഡോക്യുമെന്റ്സ് ഹാജരാക്കാം, ഡിഫൻസ് ആയിട്ട് വിറ്റ്നസിനെ ലിസ്റ്റ് കൊടുത്ത് ഹാജരാക്കാം, നമുക്ക് വിസ്തരിക്കാം. അതിനുശേഷം ആർഗ്യുമെന്റ് ആണ്, അതിനുശേഷം ജഡ്ജ്മെന്റ് ആണ്. ഇതിനുശേഷം പ്രീവിയസ് ഒഫൻസിന്റെ മുകളിലെ കൺവിക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് ഇയാൾക്കെതിരെയുള്ള ജഡ്ജ്മെന്റ് പാസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ചേർക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഷുവർ അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രീവിയസ് കൺവിക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇയാൾക്കെതിരെ ചാർജിൽ തന്നെ പറയണം എന്നാണ് എൻ്റെ ധാരണ. ഒന്ന് വെരിഫൈ ചെയ്തേക്കണം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഇതാണ് സെഷൻസ് ഓഫൻസിന്റെ അകത്ത് വരുന്ന കാര്യം. അതെ, ചാർജിൽ തന്നെ ചാർജ് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഫ്രെയിം ചെയ്യണം എന്നാ പറയുന്നത്. അല്ല ഓക്കെ റൈറ്റ്. എനിക്കത് ഷുവർ ആയിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ സെക്ഷൻസ് കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സെക്ഷൻസ് നോക്കിയത്. കൃത്യമായിട്ട് പറയാം, നമ്മൾ പ്രൊഫഷണലി കാര്യങ്ങൾ ചെയ്തങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. സെഷൻസിലേക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ പോവുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു കേസ് വരുന്ന സമയത്താണ് ആ സെഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി എക്സാം ഓറിയന്റഡ് ആവുക. കാരണം ഞാൻ ഈ ക്ലാസ്സിന് ഒരിക്കലും എന്നോട് പറയുന്ന സമയത്ത് എക്സാം ഓറിയന്റേഷൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടില്ല. എൻ്റെ സുഹൃത്താണ് എന്നോട് സജസ്റ്റ് ചെയ്തത്. പിന്നെ എക്സാം ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൻ വൈസിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് വന്നു. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം അവിടെ കഴിഞ്ഞു. പിന്നെ വരുന്നത് നിങ്ങളുടെ ഡിഫാമേഷന്റെ സാധനമാണ്. അത് ആ സെക്ഷൻ്റെ അകത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൻ്റെ അകത്ത് വേറെ സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്ക് തോന്നുന്നില്ല. അതാണ് 260 പറഞ്ഞത്. ഡിഫാമേഷനായിട്ട് ബന്ധപ്പെട്ട ട്രയലിന്റെ കാര്യങ്ങളാണ് 260 പറഞ്ഞത്. അത് നിങ്ങൾ പ്ലെയിൻ റീഡിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും, ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വാറൻ ട്രയൽ, കാരണം എൻ്റെ കയ്യിലും കുറച്ച് ടൈം ഷോർട്ടേജ് ഉണ്ട്. നമുക്ക് വാറൻ ട്രയലിലേക്ക് പോവാം. വാറൻ ട്രയലിൽ ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ അകത്തുള്ള വ്യത്യാസത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്ക് ഈ 255 പറഞ്ഞ അക്യൂറ്റൽ ഇല്ലേ, അതായത് പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞിട്ട് നമുക്കൊരു അക്യൂറ്റൽ ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണില്ല. നമുക്ക് ഡിഫൻസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അക്യൂറ്റൽ കാണുള്ളൂ. അതിനു മുമ്പ് പിന്നെ ഡിസ്ചാർജേ കാണുള്ളൂ. അതാണ് സമൻസ് കേസിലല്ലേ, സമൻസ് അല്ലേ? അല്ല, സമൻസ് കേസ് ആയാലും സെഷൻസ് കോടതിയിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ പ്രോസിക്യൂഷൻ എവിഡൻസ് കഴിഞ്ഞിട്ട് ഡിഫൻസ് മറ്റേത് മജിസ്ട്രേറ്റ് കോർട്ടിലുള്ളത്. ബാക്കി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരുന്ന സമയത്ത്, വാറന്റ് ട്രയൽ ബൈ മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനം കാണില്ല. ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് എന്തില്ല, നമുക്ക് അവിടെ ഹിയറിംഗിന് ചാൻസ് കിട്ടും. ഇപ്പം വാറന്റ് ട്രയൽ ആണെങ്കിൽ നമുക്ക് ഹിയറിംഗ് ഓൺ ചാർജിൽ ചാൻസ് കിട്ടും, നമുക്ക് ആർഗ്യ ചെയ്യാം, പെറ്റീഷൻസ് ഫയൽ ചെയ്യാം, ഡിസ്മിസ് ആകാൻ നമുക്ക് മേലേക്ക് പോവാം. അപ്പം ചാർജ് നിൽക്കില്ലെങ്കിൽ നമുക്ക് ഫ്രെയിമിംഗ് ചാർജിന് മുമ്പ് എന്ത് ചെയ്യും, ഡിസ്ചാർജ് കിട്ടും. 262 അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യും. നേരത്തെ മേലെ പറഞ്ഞ പോലെ സെഷൻസ് ഓഫൻസിലുള്ള സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ പ്രോസിക്യൂഷൻ എവിഡൻസ് ആണ്, അതിനുശേഷം ഡിഫൻസ് എവിഡൻസ് ആണ്, അതിനുശേഷമാണ് അക്യൂറ്റൽ. ഇനിയിപ്പം അതർവൈസ് ദാൻ പോലീസ് റിപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ പണ്ട് 244 എവിഡൻസ് പറയും. അതായത് പ്രതിനോട് കുറ്റപത്രമൊക്കെ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിഡൻസ് എടുക്കും. ആ എവിഡൻസ് കൂടി എടുത്തിട്ടാണ് ഡിസ്ചാർജ് അറിയുക. മറ്റതാണ് സമയത്ത് പോലീസ് റിപ്പോർട്ട് ആണെങ്കിൽ ആ ഡിസ്ചാർജ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് വരിക വാറന്റ് ട്രയലിൽ. ഇപ്പം കംപ്ലൈന്റ് ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ എവിഡൻസ്, പ്രീ ചാർജ് എവിഡൻസ് പറയും. പണ്ട് 244 എവിഡൻസ് പറയും, ഇപ്പൊ 267 എവിഡൻസ് എന്ന് പറയും. കോടതി അങ്ങനെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. അത് എടുത്തു, അതിന്റെ മുകളിൽ ഒഫൻസ് നിൽക്കുമെന്ന് നോക്കി ചാർജ് ഫ്രെയിം ചെയ്തു, ബാക്കി പ്രൊസീജിയർ ഡിസ്ചാർജ് അല്ലെങ്കിൽ എവിഡൻസ് എടുത്തു, ഡിഫൻസ് പോയി, അക്യൂറ്റൽ കൺവിക്ഷൻ. ഇതാണ് സാധാ ഒഫൻസ്. അപ്പോൾ സമൻസ് ഒഫൻസ് ആവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, ഹിയറിംഗ് ഓൺ ചാർജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമ്മറി ട്രയലാന്ന് കരുതിക്കോ. നമുക്ക് ഈ ഹിയറിംഗ് ഓൺ ചാർജോ ഡിസ്ചാർജോ അതിൽ കാണില്ല. കാരണം അവിടെ മറ്റേ ഇതാണ് എന്താ, പ്ലീ ആണ് റെക്കോർഡ് ചെയ്യുക. അവിടെ ചാർജ് റെക്കോർഡ് ചെയ്യുക എന്നല്ല പറയാ, അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ മാറും, അവിടെ പ്ലീ റെക്കോർഡ് ചെയ്യാന്നുള്ള നിലക്ക് മാറും. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു എന്താ പറയാ, ഒരു കേസ് വന്നു, ആ കേസിന്റെ അകത്ത് നമുക്ക് ഈ ഡിസ്ചാർജ് പോലെ തന്നെ ആർഗ്യുള്ള ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് കോടതി കേസ് എടുത്തെന്ന് കരുതുക. അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ സമൻസ് ട്രയലൊക്കെ ആണെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് പ്രൊസീഡിങ്സ് എടുക്കാം. അതിൽ എവിടെയോ ഒരു സെക്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് പ്രൊസീഡിങ്സ് സെക്ഷൻ അറിയോ ആർക്കെങ്കിലും പുതിയത്? ആണ് 281 ആണോ? നോക്കട്ടെ. ഓക്കെ.
അപ്പോൾ 281 അത് പ്രകാരം പ്രൊസീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മറ്റേതിൻ്റെ അകത്തൊക്കെ ഡിസ്ചാർജ് ഒക്കെ അറിയാം. അപ്പോൾ ഇത്തരം കേസ് വരുന്ന സമയത്ത് ഇപ്പോൾ സമ്മറി ട്രയലോ സെമസ്റ്റർ ട്രയലോ ഒക്കെയാണ് വരുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഡിസ്ചാർജിന് പകരം 281 പ്രകാരം പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാം. അത് മജിസ്ട്രേറ്റിന് സുവമോട്ടം ചെയ്യാം. ഏത് ടൈമിലാണെങ്കിലും പ്രൊസീഡ് ചെയ്യണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മളെ കംപ്ലൈന്റ് കേസിൻ്റെ അകത്ത് കംപ്ലൈന്റ് ആബ്സെൻസിലും അതുപോലെ തന്നെ കംപ്ലൈന്റ് മരണത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈന്റ് ഡിസ്മിസ് ആകാൻ പറ്റും. ഇപ്പം ജനറലി ഇപ്പം ഒരു 138 ഓഫ് NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ കേസ് വരുവാണെങ്കിൽ കംപ്ലൈന്റ് ഒക്കെ കണ്ടിന്യൂസ്ലി ആബ്സെന്റ് ആണെങ്കിൽ കേസ് ഡിസ്മിസ് ആവും. ആബ്സെൻസ് തന്നെ പറഞ്ഞുകൊണ്ട് ഡിസ്മിസ് ആവും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സമൻസ് ട്രയലിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഫ്രെയിമിംഗ് ചാർജ് ഇല്ല, പകരം പ്ലീ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം പ്രോസിക്യൂഷൻ എവിഡൻസ്, ഡിഫൻസ് എവിഡൻസ്, ജഡ്ജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത്. കംപ്ലൈന്റ് കേസിൻ്റെ അകത്ത് ആദ്യം ഒരു സോൺ സ്റ്റേറ്റ്മെന്റ് എടുത്തു, അതിനുശേഷം വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു, അത് ഓൺ ഓത്താണ് എടുക്കുക. അതിനുശേഷം പ്രതിനെ വിളിച്ചു വരുത്തി, അതിനുശേഷം 244 എവിഡൻസ് എടുത്തു, അതിനുശേഷം ചാർജ് ഫ്രെയിം ചെയ്തു. 244 മീൻസ് 267 പ്രകാരം BNS പ്രകാരമുള്ള എവിഡൻസ് എടുത്തു, കുറ്റപത്രം വായിച്ചു, എവിഡൻസ് എടുത്തു, ഡിഫൻസ് കഴിഞ്ഞു, ഹിയറിംഗ് കഴിഞ്ഞു, ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ ബേസിക് ട്രയലിന്റെ സ്ട്രക്ചർ. ഈ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇല്ല സാർ, ഞങ്ങൾ വായിച്ചോളാം. അടുത്തത്. ഓക്കെ. ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഞാൻ ഒരു 11-11:30 വരെ ഇരിക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു 10-15 മിനിറ്റ് എൻ്റെ ടൈം പോയി. ഞാൻ ഇനിയൊരു സെക്ഷൻ വേണേൽ നമുക്ക് വൈകുന്നേരം അങ്ങനെ ഇരുന്നാൽ മതി. എനിക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഭാഗം തീർത്തിട്ട് ഇരിക്കാൻ വെച്ചതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഈ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഇനി വൈകുന്നേരം സാറിന് സമയം ഉണ്ടെങ്കിൽ ഞാനൊരു ടൈം തരാം. നിങ്ങൾ നോക്കാൻ വെച്ചാൽ നിങ്ങൾ എക്സാം ഓറിയന്റേഷൻ ആയതുകൊണ്ട് ഞാൻ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് കൂടി നോട്ട് ചെയ്തോ. വേണമെങ്കിൽ മറ്റേ ഈ കംപ്ലൈന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഫേമസ് ജഡ്ജ്മെന്റ് ആണ്, പൂനംചന്ദ് ജെയിൻ വേഴ്സസ് ഫറ. ആ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ഒരു വട്ടം ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അപ്പോൾ ഒരു കംപ്ലൈന്റ് നമ്മൾ കൊണ്ടുവന്നു, അത് ജഡ്ജ് ഡിസ്മിസ് ചെയ്താലും അതേ കംപ്ലൈന്റ് അതേ ഫാക്ടിൽ കംപ്ലൈന്റ് ചെയ്യാം. ഒരു സബ്സിക്വന്റ്ലി എന്തെങ്കിലും ഒരു ഫാക്ടോ അല്ലെങ്കിൽ എവിഡൻസോ ബ്ലോട്ട് ഔട്ട് ചെയ്താൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അതിന്റെ ബേസിക് തിയറി. അതുകൂടി മൈൻഡിൽ വെക്കുക. ഒറ്റ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് ഡിസ്മിസ് ചെയ്യാൻ വേറെ പറ്റില്ല എന്നൊന്നുമില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ. ഓക്കെ, ബാക്കി പറ്റില്ല. സാർ ഞാനൊന്ന് നോക്കിയിട്ട് ഈവനിങ് കോണ്ടാക്ട് ചെയ്യാം സാറിനെ. ശരി, ഞാൻ പറ്റിയെങ്കിൽ ഞാൻ ടൈം ഞാൻ പറയാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഹാവ് എ നൈസ് ഡേ.